Fine. So welcome all to the first section of our SBR marathon. So ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ടു എക്സാമിനേഴ്സ് റിപ്പോർട്ട് ഓക്കെ നമ്മുടെ ഈവൻ ഇൻ ദ മാർച്ച് ആസ് വെൽ ആസ് ഡിസംബർ ഓർ ഈവൻ ഇൻ ദ ലാസ്റ്റ് സെപ്റ്റംബർ ഈ സിറ്റിങ്സിലൊക്കെ ഉള്ള എക്സാംസിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ വെച്ച് എക്സാമിനേഴ്സ് റിപ്പോർട്ടിൻ്റെ ബേസിലൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഡിസ്കഷൻ നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, ദറ്റ് ഈസ് ഹൗ ടു റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ ടു സ്ട്രക്ചർ എസ്പെഷ്യലി ദോസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് എങ്ങനെ കീപ്പ് ഓൺ ചെയ്തൊരു ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഹൗ വിൽ യു ഡീൽ വിത്ത് എ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ആദ്യം നോക്കാം. ദെൻ വിൽ മൂവ് ഓൺ ടു ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പാർട്ട്. സോ ക്യാൻ യു ജസ്റ്റ് റിപ്ലൈ ഇൻ ദ ചാറ്റ്? ക്യാൻ യു ജസ്റ്റ് എവറിത്തിങ് ഈസ് ക്ലിയർ? സ്ക്രീനും അതേപോലെ തന്നെ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യോ? എല്ലാം ക്ലിയർ അല്ലേ? Can you just leave a chat? Okay, fine. സോ ഫസ്റ്റ് വൺ, നമുക്ക് കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഹൗ ടു ഡീൽ ദ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ഫണ്ടമെന്റലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എത്തിക്കൽ ടൈപ്പ് എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കൂടുതലും ഒരു കേസ് സ്റ്റഡി പോലത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിവിടെ വരുന്നുണ്ടാവുക. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് റിക്വയർമെന്റ് ഫ്രം എത്തിക്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്തിക്സ് ക്വസ്റ്റ്യൻ്റെ നോർമൽ റിക്വയർമെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതായിരിക്കും നോർമലി നമുക്ക് വരുന്ന എത്തിക്സ് ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് ഓഫ് റിക്വയർമെന്റ്. അപ്പോൾ എന്താണ് റിക്വയർമെന്റ് എന്ന് നോക്കി ഇവിടെ. സോ ഡിസ്കസ് ദ എത്തിക്കൽ ഇഷ്യൂ ആസ് വെൽ ആസ് ദ പ്രൊഫഷണൽ ഡെലമോ ഫോർ ദ ഫൈനാൻഷ്യൽ അക്കൗണ്ടന്റ് ഇൻ ഓവർസീയിങ് ദ ലോൺസ് മെയ്ഡ് ടു കസ്റ്റമർ ആൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ടു ബി ടേക്കൺ. അതിന്റെ റിക്വയർമെന്റ് എത്രയാണ്? 8 മാർക്സ് ആൻഡ് ദർ ഇസ് പ്രൊഫഷണൽ മാർക്സ് ഓഫ് 2. സോ നമുക്കറിയാം SBRൽ നമുക്ക് 50 ആണ് പാസ് മാർക്സ്. അതിൽ ഏതൊക്കെയാണ് ഈസി മാർക്സ്, അതെങ്ങനെ പിക്ക് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കഷൻ ചെയ്യാം. മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ഈസി ആയിട്ട് നമ്മൾ കുറച്ച് ഇഫ് യു ആർ പുട്ടിങ് സം എഫേർട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മാർക്സ് ആണ് എത്തിക്സിന്റെ സെനാരിയോ എന്ന് പറയുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സ് ഈസിലി നമുക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാം, എത്തിക്സിന്റെ സെനാരിയോയിൽ നിന്ന് സ്കോർ ചെയ്യാം. അതിൽ നമ്മൾ എങ്ങനെ ആൻസർ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഫൈൻ. സോ ഇവിടെ ഇപ്പം നിങ്ങൾ റിക്വയർമെന്റ് നോക്കുവാണെങ്കിൽ ഈ 8 മാർക്സ് നിങ്ങൾക്ക് കാണാം. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈ മാർക്സിന്റെ സ്പ്ലിറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ റിക്വയർമെന്റ് വായിച്ചിട്ട് എത്ര റിക്വയർമെന്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയാമോ? ഹൗ മെനി റിക്വയർമെന്റ്സ് ആർ ഹിയർ? ഈ പറയുന്ന 8 മാർക്സ് ക്വസ്റ്റിനകത്ത് ശരിക്കും നമുക്ക് എത്ര റിക്വയർമെന്റ് ഉണ്ട്? ഇസ് ഇറ്റ് എ സിംഗിൾ റിക്വയർമെന്റ് ഓർ ഇറ്റ്സ് എ 2 ഡിഫറെന്റ് റിക്വയർമെന്റ്സ്? നമുക്ക് 2 ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ആണോ ഇവിടെ ഉള്ളത്, അതൊരു സിംഗിൾ റിക്വയർമെന്റ് ആണോ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ഇതൊരു സിംഗിൾ റിക്വയർമെന്റ് മാത്രമാണോ അതോ 2 റിക്വയർമെന്റ് ഉണ്ടോ? Can you reply in the chat? ഈ റിക്വയർമെന്റ് മാർക്സ് നിങ്ങൾക്ക് 2 റിക്വയർമെന്റ് ആണ്. എന്തൊക്കെയാണ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞേ? ഒന്ന്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഡെലമ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ് അല്ലേ. അപ്പോൾ അവിടെ എത്തിക്കൽ ഇഷ്യൂസ് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ടു ഫ്രം ദ സെനാരിയോ. എപ്പോഴും സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ജനറലൈസ് ചെയ്ത് അവർ കാര്യങ്ങൾ എഴുതും. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഇങ്ങനത്തെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യു ഹാവ് ടു ലിങ്ക് ഇറ്റ് വിത്ത് ദ റെലവെന്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. സെനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണം. ആ സെനാരിയോയിൽ പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആൻസറിലോട്ട് കൊണ്ടുവരാൻ പറ്റണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്കോർ ദാറ്റ് മാർക്ക്. ദെൻ സെക്കൻഡ് റിക്വയർമെന്റ് എന്താണ്? അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ടു ബി ടേക്കൺ എന്നുള്ളതാണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് ടു ബി ടേക്കൺ എന്നുള്ളത് ഒരു റിക്വയർമെന്റും ദെൻ എത്തിക്കൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വേറെ റിക്വയർമെന്റ്. സോ ഹിയർ വി ക്യാൻ സി ടോട്ടൽ 8 മാർക്സ് ആണ് റിക്വയർമെന്റ് തന്നിട്ടുള്ളത്. റഫ്ലി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട എങ്ങനെയാ? ഇറ്റ് ഷുഡ് ബി 6/2. 6/2 എന്ന് ഞാൻ പറയുന്നതിൽ 6 മാർക്സ് എന്തായിരിക്കും? നമ്മുടെ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിനായിരിക്കും. അവിടെ പല ത്രെറ്റ്സ് കാണാം. ഇറ്റ് ക്യാൻ ബി ത്രെറ്റ് അഗേൻസ്റ്റ് ഇന്റഗ്രിറ്റി ഓർ ഒബ്ജക്ടിവിറ്റി ഓർ ലാക്ക് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി വല്ലതും ആവാം. ഓക്കെ, ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്, അങ്ങനെ പല ത്രെറ്റ്സ് ഒരു അക്കൗണ്ടന്റിന്റെ സൈഡിൽ നിന്ന് വരാം. അതെന്താണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിനാണ് 6 മാർക്സ് തന്നിട്ടുണ്ടാവുക. സോ മാക്സിമം 2 ആക്ഷൻസ് നമുക്കുള്ളൂ. എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് മാക്സിമം 2 ആക്ഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഫസ്റ്റ് ഈ ഒരു സെനാറിയോ എടുത്തത്. കാരണം നമുക്ക് ഈസി ആയിട്ട് 10 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ SBR നൗ ഓൺലി 40 മാർക്സ് ഇസ് ലെഫ്റ്റ്, റൈറ്റ്?
സോ നൗ വെൻ യു ലുക്കിംഗ് ഇൻ ദ ക്വസ്റ്റ്യൻ ആ 6 to 8 മാർക്സ് എന്നുള്ള സ്പ്ലിറ്റ് നമുക്ക് കിട്ടി. അടുത്ത നമ്മൾ മാപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഈ 6 മാർക്സ് നമ്മൾ എത്ര പോയിന്റ്സ് എഴുതണം എന്നുള്ളതാണ് നോർമലി എത്തിക് ക്വസ്റ്റ്യനകത്തിൽ സ്റ്റുഡൻസിന് കൺസേൺ ഉള്ളത്. സോ ഫോർ സ്കോറിംഗ് 6 മാർക്സ് അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു അഡ്രസ് 3 എത്തിക്കൽ ഇഷ്യൂസ്. മിനിമം നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് ഒരു 3 എത്തിക്കൽ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ വി ഹാവ് ടു ഓൾമോസ്റ്റ് അറിയാൻ 3 പില്ലേഴ്സ് എന്ന് പറയുന്ന എത്തിക്കൽ ഇഷ്യൂ ആണ്. ആൻഡ് 2 മാർക്സ് ഉദ്ദേശിക്കുന്ന 2 ആക്ഷൻ. അത് നോർമലി എപ്പോഴും 2 ആക്ഷനേ ഉള്ളൂ. അതെന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ക്ലാസ്സിൽ ഇരുന്നവർക്കൊക്കെ അറിയാം നോർമലി എന്തൊക്കെ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളത്. സോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നോർമലി നമുക്ക് 2 ആക്ഷനെ എടുക്കാൻ പറ്റത്തുള്ളൂ ആസ് എൻ അക്കൗണ്ടന്റ്. സോ ഈ മാർക്സിന്റെ സ്പ്ലിറ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണോ? ഈ ഒരു പിക്ചർ ഇല്ലാത്തതാണ് എപ്പോഴും സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ട്. എത്തിക്സ് ക്വസ്റ്റിനകത്ത് ഈസിലി കിട്ടേണ്ട 10 മാർക്സ് സത്യം പറയാൻ എപ്പോഴും പറയും സ്റ്റുഡൻസിനോട് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന 10 മാർക്സ് ആണത്. നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് അക്കൗണ്ടിങ് നോളജ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. കംപ്ലീറ്റ്ലി സെനാരിയോ വായിച്ച് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ മാർക്സ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, അതിൽ എത്രയൊക്കെ പോയിന്റ്സ് നമ്മൾ ആഡ് ഓൺ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ? ഓക്കെ, നമുക്കിനി എന്തൊക്കെ പോയിന്റ്സ് ഇതിനകത്ത് എഴുതാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ഹൗ മച്ച് പോയിന്റ് വി ക്യാൻ ആഡ് ടു ദിസ് സെനാരിയോ. സോ ഇവിടെ നമുക്ക് ത്രെഡ്സ് നോർമലി എന്തൊക്കെ ത്രെഡ്സ് ആയിരിക്കും ജനറലി വരുന്നുണ്ടാവുക? ഒരു അക്കൗണ്ടന്റിന്റെ കയ്യിൽ നമുക്ക് ജനറലി വരുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ്? എപ്പോഴും ജനറലി വരുന്ന ത്രെഡ്സ് എന്തൊക്കെയാ? ഇൻ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ത്രെഡ് ആണ് ഒബ്ജക്ടിവിറ്റി ത്രെഡ്. ഓക്കെ, നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ത്രെഡ് ആണ് മക്കളെ ഒബ്ജക്ടിവിറ്റി ത്രെഡ്. ഈ ഒബ്ജക്ടിവിറ്റി ത്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് ആൻ അക്കൗണ്ടന്റ് അവർ മെയിൻ ഡ്യൂട്ടി ഈസ് ടു പ്രിപ്പയർ എഫേഴ്സ് ഇൻ എ ട്രൂ ആൻഡ് ഫെയർ മാനർ. അല്ലെ, എപ്പോഴും നമ്മൾ എഫേഴ്സ് ട്രൂ ആൻഡ് ഫെയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ത്രെഡ് ചെയ്താലും നമുക്ക് അത് എന്തായിട്ട് വെക്കാം? ത്രെഡ് അഗെയിൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഫ്രോഡ് വല്ലതും ചെയ്യുവാണെങ്കിൽ അത് മിക്കവാറും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഇതിലേക്കായിരിക്കും, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ത്രെഡിലേക്കായിരിക്കും. ഓക്കെ, ഇറ്റ് വിൽ പോയിന്റ് ഔട്ട് എ സിറ്റുവേഷൻ ഓഫ് ഇന്റഗ്രിറ്റി. നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു കള്ളത്തരം ചെയ്യുന്നു. ദെൻ റിമെമ്പർ ദാറ്റ് ക്വസ്റ്റിനകത്തിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡേറ്റ കളക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, സോ സംവെയർ അറൌണ്ട് യു ആർ ഡീലിംഗ് വിത്ത് സം ഡേറ്റ, ചിലപ്പോൾ കസ്റ്റമറിന്റെ ഡേറ്റയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബാങ്ക് വല്ലോ ആണ്, അപ്പൊ ആ സമയത്ത് നമ്മൾ ലോൺ പ്രോസസ്സിംഗ് വല്ലതും ആണ് നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സെനാരിയോ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഡേറ്റ കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. ഡേറ്റ കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സെനാരിയോ ആണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ത്രെട്ട് എന്തായിരിക്കും? അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ത്രെട്ട് എന്ന് പറയുന്ന ത്രെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺലി എത്തിക്കൽ ഇഷ്യൂസ്. ഇപ്പം ഇവിടെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തതാണ്. ബട്ട് ഓൾമോസ്റ്റ് ഇൻ എവരി സെനാരിയോ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ത്രെഡ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്തൊക്കെ വരാം? ഒബ്ജക്ടിവിറ്റി ത്രെട്ട് വരാം, ഇന്റഗ്രിറ്റി വരാം, or can be confidentiality. പിന്നെ നമുക്ക് മോസ്റ്റ്ലി പറയാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? ഇതല്ലാതെ വേറെ നമുക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ത്രെഡ്സ് പറയാമോ? ഇത് മൂന്നും അല്ലാതെ നമുക്ക് കോമൺലി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻസിനകത്ത് കണ്ടിട്ടുള്ള വേറെ ടൈപ്പ് ഓഫ് ത്രെഡ്സ് പറയാമോ? Can you reply in the chat? ഒബ്ജക്ടിവിറ്റി, നമ്മൾ ഒബ്ജക്ടിവിറ്റിനെ പറ്റി പറഞ്ഞു, ഇന്റഗ്രിറ്റിനെ പറ്റി പറഞ്ഞു, കോൺഫിഡൻഷ്യാലിറ്റിനെ പറഞ്ഞു. ഇതൊന്നും അല്ലാതെ നമുക്ക് വരുന്ന അതർ ത്രെഡ്സ് എന്തൊക്കെയായിരിക്കും? മോസ്റ്റ് കോമൺലി നിങ്ങൾ ക്വസ്റ്റ്യൻസിനകത്ത് കണ്ടിട്ടുള്ള ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞ ത്രെട്ട് വരാം. ഈ ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്ന് വെച്ചിരിക്കുന്നത് എസ്പെഷ്യലി ഒരു പുതിയ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്ര കോമൺലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല, അല്ലെങ്കിൽ സെനാരിയിൽ ഇപ്പോൾ പറയുകയാണ് അതൊരു ജൂനിയർ അക്കൗണ്ടന്റ് ആണ്, അല്ലെങ്കിൽ HCA ഫ്രഷർ എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ദർ ഇസ് എ ഹൈ റിസ്ക് ദാറ്റ് പുള്ളിക്ക് നോളജ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ചാൻസ് ഉള്ള വളരെ കുറവാണ്, അല്ലെ? സോ ദർ ഇസ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. അപ്പോൾ പ്രൊഫഷണൽ കോമ്പീറ്റൻസി ആൻഡ് ഡ്യൂ കെയർ എന്നൊരു ത്രെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴും പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഹിന്റ് എപ്പോഴും എന്തായിരിക്കണം? ഒരു ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്രഷർ വല്ലതും ആണ് നിങ്ങളുടെ അക്കൗണ്ടന്റ് എങ്കിൽ അവിടെ എന്ത് വരാം? ലാക്ക് ഓഫ് കോമ്പീറ്റൻസ് വരാം. ഓർ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ടു അക്കൗണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സെനാരിയോ ആണ് അവരോട് ഡീൽ ചെയ്യുന്നത്. മേ ബി സംതിങ് റിലേറ്റ് ടു ക്രിപ്റ്റോ ഓർ എനി കൈൻഡ് ഓഫ് ഡിജിറ്റൽ അസെറ്റ്സ്.
അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ന്യൂ ആയിട്ടുള്ള അങ്ങനെ മോസ്റ്റ്ലി നമുക്ക് അങ്ങനെ നമ്മൾ യൂസ്ഫുൾ അല്ലാത്ത ഒരു സെനാരിയോ ആണെങ്കിൽ അവിടെയും ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് വരാം. ആൻഡ് എസ്പെഷ്യലി സം ന്യൂ ഹയർ സ്റ്റാൻഡേർഡ്സ്, ഒരു ഹയർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷനിലാണെങ്കിലും അവിടെ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ പറയുന്ന പ്രൊഫഷണൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞ ത്രെട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ദെൻ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ? നമ്മുടെ സീനിയേഴ്സ് നമ്മളെ ഭയങ്കരമായിട്ടും ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദേ വിൽ ത്രെട്ടനസ്, നിങ്ങളെ ഫയർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളോട് പറയും നിങ്ങൾക്ക് പെർമനൻ്റ്ലി ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്തേ പറ്റൂ. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ അത് എന്തിലോട്ട് ലീഡ് ചെയ്യും? ഈ ഒരു ത്രെട്ടിന് എന്താ പറയുന്നത്? ഇൻറ്റിമിഡേഷൻ ത്രെട്ട്, റൈറ്റ്? അപ്പോൾ ഇൻറ്റിമിഡേഷൻ ത്രെട്ട് വരാം. പിന്നെന്താ? ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസിൻ്റെ ത്രെട്ട് വരാം. ദെൻ ഒബ്ജക്റ്റിവിറ്റി, ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി എല്ലാ സെനാരിയോയിലും വരാൻ പറ്റുന്ന ഒരു കാര്യം. ഒബ്ജക്റ്റിവിറ്റി നമുക്ക് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് ഡയറക്റ്റ്ലി ഫ്രോഡിലോ അല്ല ഇൻവോൾവ് ആവുകയാണെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ദെൻ ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് വരുന്ന സെനാരിയോയും ഇൻറ്റിമിഡേഷൻ ത്രെട്ട് വരാനുള്ള സെനാരിയോയും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണോടാ? ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? Any doubts? ഫൈൻ. ഇനി ഇതിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ ത്രെഡ്സ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. നൗ ദ നെക്സ്റ്റ് ബിഗസ്റ്റ് ചലഞ്ച് ഈസ് ഈ ത്രെഡ്സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ത്രെട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അത് എങ്ങനെ എഴുതണം, ഹൗ വിൽ യു അഡ്രസ് ഇറ്റ്, അല്ലെങ്കിൽ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ഇറ്റ് എന്നുള്ളതാണ് അടുത്ത പാർട്ട്. സോ നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ലെറ്റ്സ് സേ ഒരു ACCA മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾ ACCA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എപ്പോഴും വെൻ യു ആർ സ്റ്റാർട്ടിങ് യുവർ ആൻസർ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലൈൻ എന്താ? ആസ് ആൻ ACCA മെമ്പർ ഓർ സമൺ ഹൂ ഈസ് എ പാർട്ട് ഓഫ് പ്രൊഫഷണൽ ബോഡി വി ആർ അഡ്ഹെയർ, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പാലിച്ചു പോകേണ്ട കുറച്ച് എന്തുണ്ട്? എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഉണ്ട്. സോ വെൻ എവർ യു ആർ റൈറ്റിംഗ് ആൻ ആൻസർ ഫോർ എത്തിക്സ്, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ലൈൻ വെച്ചിട്ടായിരിക്കണം. ഓക്കെ, ഇനി ലെറ്റ്സ് സേ യു ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് കമ്മീഷൻ. സനാരിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു, ഓർ യു ആർ ഗെറ്റിംഗ് സർട്ടൻ ബോണസ് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റ്. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി അതെന്താണ്? ഇറ്റ്സ് എ ത്രെട്ട് ടു ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് വേണം പറയാൻ അവിടെ ഒബ്ജക്റ്റിവിറ്റി ത്രെട്ട് ആണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ചുമ്മാ അതവിടെ ഒബ്ജക്റ്റീവ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സെയിം വേ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ് ഇൻറ്റഗ്രിറ്റീസ് ക്യാൻ ഗെറ്റ് ടെസ്റ്റഡ്. ചിലപ്പോൾ നമ്മൾ തന്നെ ഡയറക്റ്റ്ലി ഫ്രോഡൊന്നും ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ കമ്പനിയുടെ ബിസിനസ് മോഡൽ തന്നെ യു ഫീൽ ലൈക്ക് ഇറ്റ്സ് ഫ്രോഡുലൻറ്റ്. കമ്പനിയുടെ ബിസിനസ് മോഡൽ തന്നെ ഫ്രോഡുലൻ്റ് ആണ്. ലെറ്റ്സ് സേ വി ആർ ചാർജിങ് ടു മച്ച് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ദ കസ്റ്റമർ. മാർക്കറ്റിൽ ഇല്ലാത്ത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എത്തിക്കൽ. ഒരു ഫ്രോഡ് കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രയും എത്തിക്സൽ വാല്യൂ ഫോളോ ചെയ്യാത്തൊരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ലാക്ക് ഓഫ് ഇൻറ്റഗ്രിറ്റി അവിടെ ഉണ്ടെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി പോലത്തെ സെനാരിയോ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, കോൺഫിഡൻഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഡേറ്റ ആണ്. ഇപ്പോൾ സിസ്റ്റം റിലേറ്റഡ് ആണെങ്കിൽ അവിടെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ AI ഒക്കെ വരുന്നതല്ലേ, അപ്പോൾ ക്വസ്റ്റൻ അത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത്, കസ്റ്റമറിൻ്റെ ഡേറ്റ ഫിൽട്ടർ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കവിടെ പറയാം ദർ ഇസ് എ ഹൈലി റിസ്ക് അല്ലേ. സിസ്റ്റം ആയതുകൊണ്ട് റിസ്ക് ഓഫ് സൈബർ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, അവിടെ ഡേറ്റ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. So that will lead to a kind of confidentiality threat because we have to preserve the data of our customer. അപ്പോൾ ഇങ്ങനത്തെ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അത് എന്തിലോട്ട് ലീഡ് ചെയ്യാൻ, കോൺഫിഡൻഷ്യാലിറ്റി ത്രെഡ്സിലേക്ക് അത് ലീഡ് ചെയ്യാൻ.
ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എന്താണ് നമ്മുടെ റിക്വയർമെൻ്റ് എന്ന് നോക്കിയിട്ട് എത്തിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ ഏത് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ഇഷ്യൂവിലും നമുക്ക് മോസ്റ്റ്ലി എഴുതേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റിനകത്ത് നിന്ന് പിക്ക് ഔട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ്റെ ആ പോയിൻറ്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഇനി എന്ത് ഡെവലപ്പ് ചെയ്യാൻ, ഒരു ആൻസർ ഡെവലപ്പ് ചെയ്യാൻ. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അതും ഇതിങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? കമ്മീഷനും ബോണസും ഉള്ളതുകൊണ്ട് ത്രെറ്റ് ഒബ്ജക്റ്റിവിറ്റി അങ്ങനെ എഴുതി വെച്ചാൽ മതിയോ? അല്ല. നൗ വി ഹാവ് ടു ദെൻ ടേൺ ഔട്ട് ഇറ്റ് ഇൻ ടു എ സ്മോൾ മിനി പാരഗ്രാഫ്സ്. അപ്പോൾ ഒരു എത്തിക്കൽ സെനാരിയോയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേസ് സ്റ്റഡി പോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആൻസർ ഫ്രെയിം ചെയ്യണമെന്നുള്ളത് ഞാൻ പറയുന്നത്. സോ ദെൻ ഷോർട്ട് പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനൊരു മിനി പാരഗ്രാഫായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat? ഇനി നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റിനകത്ത് കണ്ട ഒരു കാര്യമാണ്, ദേ ആർ ആസ്കിങ് അബൌട്ട് ആക്ഷൻസ് ടു ബി ടേക്കൺ. അല്ല, ഞാൻ പറഞ്ഞത് ആക്ഷൻസ് ടു ബി ടേക്കൺ എന്ന് പറഞ്ഞു. ഇപ്പോൾ മോസ്റ്റ്ലി എപ്പോഴും നമുക്ക് 2 ആക്ഷനേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് മോസ്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന 2 ആക്ഷൻസ് ഒന്ന് പറയാമോ? നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന 2 ആക്ഷൻസ് എന്തൊക്കെയായിരിക്കും? ഒന്ന്, നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ആക്ഷൻസ് എന്ന് പറയുന്നത് ടേക്ക് അഡ്വൈസ് ഫ്രം ACC എന്നുള്ളതാണ്. വി ഹാവ് ടു ടേക്ക് അഡ്വൈസ് ഫ്രം ACC എന്നുള്ളതാണ് നമ്മുടെ ഒരു ഓപ്ഷൻ. പിന്നെ വി ഷുഡ് റിസൈൻ ഫ്രം ദാറ്റ് കമ്പനി. സോ ഇത് രണ്ടുമാണ് നമുക്ക് മോസ്റ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസിനകത്തിലും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ ഈസിലി ആ 2 മാർക്സ് ഉറപ്പാണ്. ആക്ഷൻസ് ടു ബി ടേക്കൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ആയിരിക്കും നിങ്ങളുടെ ആക്ഷൻ. അതും ഇത് രണ്ടും എഴുതി വെച്ചാൽ, ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, എന്തുകൊണ്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുക. ഓക്കെ, കാരണം ഇവിടെ ഇങ്ങനെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു, നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കറക്റ്റ് ചെയ്യുന്നില്ല. സോ ഐ ആം ടേക്കിംഗ് അഡ്വൈസ് ഫ്രം ACC, ഈ സിറ്റുവേഷൻ എന്ത് എടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് വേണം ഇത് ഡിഫൈൻ ചെയ്യാൻ. ദ സെയിം വേ യു ഷുഡ് റിസൈൻ ഫ്രം ദിസ് ജോബ്, ബിക്കോസ് ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ഫ്രം ദ ജോബ്. ഇപ്പോൾ ഇൻറ്റിമിഡേഷൻ ത്രെട്ടോ എന്തോ ഉണ്ടെങ്കിലും ഇറ്റ്സ് ബെറ്റർ ടു റിസൈൻ ഫ്രം ദ ജോബ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ആക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റണം. സോ ഞാൻ മെയിൻ പോയിൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പർലി ഒരു എത്തിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്തിക്സിൻ്റെ സെനാരിയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസേഴ്സ്. ഇസ് ദാറ്റ് പോയിന്റ് ഈസ് ക്ലിയർ എവരിവൺ? Can you reply in the chat? ഒരു എത്തിക്സ് ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും 10 മാർക്സിൻ്റെ എത്തിക്സ് ക്വസ്റ്റ്യൻ കാണും നമുക്ക് ക്വസ്റ്റ്യനകത്തിൽ. അപ്പോൾ 10 മാർക്സ് എങ്ങനെ ഈസിലി സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ? സോ ദാറ്റ് വാസ് എ ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ ഒബ്ജക്റ്റീവ്. അത് നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവിൻ്റെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് അതായിരുന്നു ഞാൻ കീപ്പ് ചെയ്തത്. ദാറ്റ് ഈസ് ഹൗ ടു സ്ട്രക്ചർ യുവർ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. That part is clear, right? Fine. Next one, what to do when time management goes wrong. ഇത് തന്നെ ആദ്യമേ പറഞ്ഞിരുന്ന എക്സാം ടൈം ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അത്രയും ഇമ്പോർട്ടൻസ് ടൈമിന് കൊടുക്കണം. സോ ഇഫ് ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്, വാട്ട് ഈസ് മോർ നീഡഡ് ഇൻ എക്സാം എന്നൊരു സെനാരിയോ വരുമെന്ന് വെച്ചോ, മോർ നോളജ് ഓർ മോർ ടൈം, നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? വിച്ച് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഗെറ്റിംഗ് മോർ നോളജ് ഓർ മോർ ടൈം? വാട്ട് ഡു യു തിങ്ക്? ഏതായിരിക്കും ശരിക്കും വേണ്ടേ ഫോർ ക്ലിയറിങ് SBR? അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ACC ഒരു ജേണി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് തോന്നിയൊരു എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് എന്താ തോന്നുന്നത്? പറഞ്ഞേ, വിച്ച് ഈസ് മോർ റിക്വയർഡ് ഗൈസ് ടു ക്ലിയർ ദ പേപ്പർ? ഡു യു തിങ്ക് മോർ നോളജ് ആണോ കൂടുതൽ വേണ്ടത് അതോ ടൈം ആണോ? ഒബ്വിയസ്ലി എ മിക്സ് ഓഫ് ബോത്ത്.
അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ കൂടുതൽ നോളജ് ഉള്ളതും പ്രശ്നമാണ്. കാരണം എന്താ, നമ്മൾ അനാവശ്യമായി ടൈം സ്പെൻഡ് ചെയ്യും. എസ്പെഷ്യലി ഒരു റീസെൻറ്റ് റിപ്പോർട്ട്സിൽ നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ്സ് ആർ സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൾക്കാർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ വരാനേ പാടില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 16 to 18 മിനിറ്റ്സ് മാത്രം നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ whenever you are getting a question, ആ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിച്ചിട്ട് റിക്വയർമെൻറ്റ് നോക്കി കഴിഞ്ഞാൽ മാർക്സ് ആദ്യം മനസ്സിലാക്കുക. മാർക്സിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ പ്ലാൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സ് ഞാൻ എഴുതണം എന്ന് പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നോളജ് ഇപ്പോൾ മോസ്റ്റ്ലി ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് അത്യാവശ്യം ഈസിയാണ് എല്ലാവർക്കും, ഗ്രൂപ്പിൻ്റെ സെനാരിയോസ്. സോ സ്റ്റുഡൻസ് ആർ മോർ സ്പെൻഡിങ് ടൈം ഓൺ ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് എത്ര ടൈമേ ഉള്ളൂ ആക്ച്വലി? ഒരു 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 30 മാർക്സ് എന്ന് പറയുമ്പം ഹാർഡ്ലി ഐ ഹാവ് ടു സ്പെൻഡ് ഒരു 1.8 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്. സോ അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ പ്ലാൻ ചെയ്യാൻ. സോ യു ഹാവ് ടു ഹാവ് എ നോളജ്, പ്രോപ്പർ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ദെൻ ആ നോളജിനപ്പുറം ആ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. സോ ഫോർ എവറി ക്വസ്റ്റ്യൻ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ സ്റ്റോപ്പ് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. കാരണം അതർവൈസ് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ക്വസ്റ്റ്യന് അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ മാർക്സാണ് നിങ്ങൾക്ക് അവിടെ ലൂസ് ചെയ്യുന്നത്. സോ ഇനിയുള്ള ദിവസം യു ഹാവ് ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ആ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രാക്ടീസ് ചെയ്ത് യു ഷുഡ് ഫീൽ ലൈക്ക് ഓക്കെ യു ആർ പ്ലേയിങ് ദാറ്റ് മാച്ച് ഇൻ യുവർ ഹോം ഗ്രൗണ്ട്. ഇപ്പോൾ നമുക്ക് ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പം അഡ്വാൻറ്റേജ് കിട്ടാറുണ്ടെന്ന് പറയും അല്ലേ. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കളിക്കുമ്പോഴാണെങ്കിലോ ഫുട്ബോൾ മാച്ച് കളിക്കുമ്പോഴോ ഒക്കെ പറയാറുണ്ട് ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സോ ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ബിക്കോസ് ദേ യൂസ് ടു പ്ലേ ദെയർ വെരി ഫ്രീക്വൻ്റ്ലി. അതുകൊണ്ടാണ് അവർക്ക് ആ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അപ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ആ എക്സാം എഴുതുന്ന എൻവയോൺമെൻറ്റ് യു ഷുഡ് ഫീൽ ലൈക്ക് യുവർ ഹോം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനാണ് വളരെ ഇമ്പോർട്ടൻ്റ്ലി ACC ഇപ്പോൾ എന്തുകൊണ്ട് വന്നത്, പ്രാക്ടീസ് പ്ലാറ്റ്ഫോംസ് കൊണ്ടുവന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ യൂസ് ടു ഇറ്റ്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി ACCയുടെ പ്രീമോക്ക് എക്സാം വന്നിട്ടുണ്ട്, ജൂണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു നോക്കിയായിരുന്നു. പ്രീമോക്ക് എക്സാം വന്നു, അതിൻ്റെ ഡീബ്രീഫും വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു നോക്കി ACCയുടെ ഒഫീഷ്യൽ പേജസിൽ. വന്നിട്ടുണ്ട്. അതെന്നാ വന്നതെന്ന് അറിയാമോ? സോ 13th ഓൾറെഡി 13th to 17th എന്നുള്ള ടൈമിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ എല്ലാ മോക്ക് പേപ്പേഴ്സും ആണ് നിങ്ങളിനി അങ്ങോട്ടുള്ള നെക്സ്റ്റ് 3 വീക്സ്, എക്സാക്ട്ലി ഒരു 3 വീക്സ് ഉണ്ട്, ഹാർഡ്ലി 3 വീക്സ് ഉണ്ട്. സോ ആ 3 വീക്സിൽ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടത് യു ഗെറ്റ് യൂസ് ടു വിത്ത് ദ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്നുള്ള നോളജ് നമുക്ക് എന്തായാലും വരും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ടൈം മാനേജ്മെൻറ്റ് ഷുഡ് ബി ഇംപ്രൂവ്ഡ്. ആ ടൈം മാനേജ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലോങ് വിത്ത് ദ നോളജ് നിങ്ങൾ പഠിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രാക്ടീസിങ് ഇൻ ദ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. അതൊക്കെയാണല്ലോ. സോ വാട്ട് തിങ്സ് യു ഷുഡ് ഡു ബിറ്റ്വീൻ നൗ ആൻഡ് ദ എക്സാം എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. മേക്ക് ഷുവർ ദാറ്റ് യു ഡു ദ മോക്സ്, റിവൈസ് ദ റിവിഷൻ. അത് നമുക്ക് എന്തായാലും ചെയ്യാം. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ മേക്കിംഗ് സം ചാർട്ട് ഓർ സം കൈൻഡ് ഓഫ് നോട്ട്സ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് നമ്മുടെ ലെക്ചർ വീഡിയോസ് ഉണ്ട്, പ്രീവിയസ് വീഡിയോസൊക്കെ ഞാൻ റെഫറൻസ് വരാം, അത് ത്രൂ ഇറ്റ്, ആൻഡ് ടെക്നിക്കൽ ആർട്ടിക്കിൾസ്. അപ്പോൾ ഇനിയും അങ്ങോട്ടുള്ള നമ്മുടെ 3 വീക്സിൽ ഓൾമോസ്റ്റ് ഒരു 2.5-3 വീക്സിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ്. മോക്ക് എഴുതുക, മാക്സിമം റിവിഷൻസ് കൊടുക്കുക സ്റ്റാൻഡേർഡ്സിൻ്റെ. സോ വിത്തിൻ ദിസ് 4 days മാക്സിമം കവർ ചെയ്യാൻ പറ്റും നമുക്ക് കവർ ചെയ്യാം. ചില സ്റ്റാൻഡേർഡ്സൊക്കെ ഞാൻ പ്രീവിയസ് സെറ്റിങ്സിൽ മാരത്തോണിൽ കവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓൾമോസ്റ്റ് ദ കണ്ടൻറ്റ് ഈസ് സെയിം ബിക്കോസ് സ്റ്റാൻഡേർഡ്സ് മാറിയിട്ടൊന്നുമില്ല. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിങ് ദ ടെക്നിക്കൽ ആർട്ടിക്കിൾസ്. അപ്പോൾ വെറുതെ സ്റ്റാൻഡേർഡ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ അങ്ങോട്ടുള്ള ഡ്യൂട്ടി. മക്കളെ, പെർഫെക്റ്റ്. സോ നൗ വി ആർ മൂവിങ് ടു ദാറ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, സ്റ്റാൻഡേർഡ്സിൻ്റെ റിവിഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് റിവിഷൻ ഞാൻ ചെയ്യാൻ പോകുന്ന സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ഗോട്ട് ഫ്രീക്വൻ്റ്ലി ടെസ്റ്റഡ് ഇൻ അവർ പേപ്പേഴ്സ്. അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സൽ കാണുന്നുണ്ടോ മക്കളെ? സോ ഐ തിങ്ക് ദർ ഇസ് സം ഇഷ്യൂ വിത്ത് ദ റൈറ്റിംഗ് പാർട്ട്.
Okay, so we'll start revising the standard. First of all, we'll revise IAS 38. ഓക്കെ, സോ എല്ലാ സിറ്റിങ്ങിലും ഓൾമോസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് വന്ന 3 സിറ്റിങ്സിലും ഒരു 70% ചാൻസ് എപ്പോഴും IAS 38 ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഗോട്ട് ടെസ്റ്റഡ് ഇൻ എവറി സിറ്റിംഗ് ആസ് വെൽ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സ്റ്റാൻഡേർഡാണ് ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്സ്. സോ വിൽ റിവൈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ, ആസ് പെർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. സോ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനിഷൻ? സോ നമുക്ക് ക്വിക്ക്ലി ആ സ്റ്റാൻഡേർഡ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. സോ ലെറ്റ് മി നോ വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫയബിൾ. നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. Then non-monetary, and finally, and does not have physical substance. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സാണ് നമുക്കൊരു ഡെഫിനിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 ഫീച്ചേഴ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെനാരിയോ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ചില സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണലി ജനറേറ്റഡ് പോലത്തെ അസറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് വില് പോലത്തെ സിറ്റുവേഷനാണ്. സോ വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സച്ച് ആസ് ഗുഡ് വിൽ ഓർ ദ ബ്രാൻഡ് നെയിം, ബ്രാൻഡ് വാല്യൂ, ഒരു കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ അവർ ഓൺ ഗുഡ് വിൽ, ഇതൊക്കെ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് കാണിക്കാൻ പറ്റുമോ? നോർമലി ഈ സെനാരിയോ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡെഫിനേഷൻ മീറ്റ് ചെയ്യാതെ പോകുന്ന 2 സിറ്റുവേഷൻ ഇതാണ്. ബ്രാൻഡ് അല്ലെങ്കിൽ ഓൺ കമ്പനിയുടെ ഓൺ ഗുഡ് വില്ലിൻ്റെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ. സോ ക്യാൻ യു ജസ്റ്റ് റിപ്ലൈ ഇൻ ദ ചാറ്റ്, ക്യാൻ വി കൺസിഡർ ദിസ് ബ്രാൻഡ് വാല്യൂ ഓർ ഗുഡ് വിൽ ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഇൻ അവർ ബുക്സ്? വിൽ ഇറ്റ് മീറ്റ് ദ ഡെഫിനിഷൻ? ഈ ഡെഫിനേഷൻ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്തേ, ഈ ഡെഫിനേഷൻ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് വാല്യൂവും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓൺ ഗുഡ് വില്ലും ഒക്കെ ഈ പറഞ്ഞ ഡെഫിനേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഐഡൻറ്റിഫയബിൾ, നോൺ മോണിറ്ററി, ഡസ് നോട്ട് ഹാവ് ഫിസിക്കൽ സബ്സ്റ്റൻസ്. നോൺ മോണിറ്ററി ആണ്, കാരണം ഡസ് നോട്ട് ഹാവ് എ ഡെഫിനറ്റ് വാല്യൂ. ഡസ് നോട്ട് ഹാവ് ഫിസിക്കൽ സബ്സ്റ്റൻസ്, അതും ഓക്കെയാണ്. ഈസ് ദിസ് ഐഡൻറ്റിഫയബിൾ? സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് കമ്പനിയുടെ ഓൺ ഗുഡ് വില്ലിനെയും അതേപോലെ തന്നെ ഇൻറ്റേർണലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ദേ ആർ നോട്ട് ഐഡൻറ്റിഫയബിൾ. കാരണം എന്താ? ഒരു കമ്പനിക്ക് ഗുഡ് വില് വരുന്നതും അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? അവരുടെ ഓവറോൾ പെർഫോമൻസിൻ്റെ കാരണം വരുന്ന കാര്യങ്ങളാണ്, റൈറ്റ്? ഇപ്പോൾ ഒരു കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനിക്ക് അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ നാളെ വന്നിട്ട് 3 മില്യൺ അല്ലെങ്കിൽ 4 മില്യൺ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ സിസ്റ്റം, പ്രൊഡക്റ്റ്, സർവീസ്, ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്ന്, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ പാരമ്പര്യം, ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദ ഓർ ദ ലെഗസി ഫാക്ടേഴ്സ് ചേർന്ന് വരുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഗുഡ് വിൽ അല്ലെങ്കിൽ ദാറ്റ് ബ്രാൻഡ് വാല്യൂ. സോ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് മാത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കൊക്കോള എന്ന് പറഞ്ഞ ബ്രാൻഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. വി ഷുഡ് ഗെറ്റ് ദാറ്റ് അതർ തിങ്സ് ആസ് വെൽ. എങ്കിലേ ആ കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ആവത്തുള്ളൂ, റൈറ്റ്? സോ ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ്സും അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂ, ഗുഡ് വിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ആസ് പെർ IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ആർ നോട്ട് ഐഡൻറ്റിഫയബിൾ. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ഈ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഗുഡ് വിൽ ബേസ്ഡ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഒരിക്കലും നമുക്കതിനെ IAS 38 കൊണ്ടുവരാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് മീറ്റ് ദ ഡെഫിനേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻസ്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെയോ ബ്രാൻഡ് വാല്യൂവിൻ്റെ ഡെഫിനേഷൻ അവിടെ മീറ്റ് ചെയ്യുന്നില്ല. സോ വെനെവർ യു ആർ റൈറ്റിംഗ് ആൻ ആൻസർ യു ഹാവ് ടു റൈറ്റ് ദിസ് ഡെഫിനേഷൻ. ആ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ദ ഡെഫിനേഷൻ. അപ്പോൾ മൊത്തം ഓർത്തില്ലെങ്കിലും യു ഷുഡ് റിമെമ്പർ ദിസ് കീ വേർഡ്സ്. ഇപ്പോൾ ഡെഫിനേഷൻ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ആണ്. റെക്കഗ്നൈസ് ദാറ്റ് അസറ്റ് ഇൻ അവർ ബുക്സ്. സോ വാട്ട്സ് ദ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്? ഒരു
ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് മീറ്റ് ദ ഡെഫിനിഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡെഫിനിഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്ന അല്ലാതെ പ്രോബബിൾ ആയിരിക്കണം എന്ത്, അതിൽ നിന്ന് നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുമെന്നുള്ളത്. അതിൽ നിന്ന് എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുമെന്നുള്ള കാര്യം പ്രോബബിൾ ആയിരിക്കണം. പിന്നെ കോസ്റ്റ് നമുക്ക് റിലയബിളി മെഷറബിൾ ചെയ്യാൻ പറ്റണം. അതിൻ്റെ കോസ്റ്റ് നമുക്ക് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കവിടെ അസറ്റിനെ നമ്മുടെ ബുക്സിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് റെക്കഗ്നീഷൻ്റെ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡെഫിനിഷൻ കഴിഞ്ഞു, റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ കഴിഞ്ഞു, അടുത്ത മെഷർമെൻ്റ് ആണ്. സോ മെഷർമെൻറ്റിലേക്ക് വരുമ്പോൾ ദേ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അല്ലേ? പല രീതിയിൽ വരുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്. ദർ ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ് വിച്ച് ഇസ് അക്വയർഡ് സെപ്പറേറ്റ്ലി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കാണും. ദെൻ ഇൻറ്റേർണലി ജനറേറ്റഡ് ഉണ്ട്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു ഏരിയ ആണ് കമ്പനി സ്പെൻഡ് ചെയ്യുന്ന R&Dയിൽ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസ്. അപ്പോൾ ഇത് ഈ 3 സിറ്റുവേഷൻസ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നമുക്ക് മെയിൻലി ഡീൽ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ അക്വയർഡ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ്? അക്വയർഡ് സെപ്പറേറ്റ്ലി ആണെങ്കിൽ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ്? നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. സോ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മളെങ്ങനെ ചെയ്യും? മക്കളെ? The measurement should be at കോസ്റ്റ്. അത് നമ്മൾ മെഷർ ചെയ്യുന്ന അതിൻ്റെ എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത് ആ കോസ്റ്റിലായിരിക്കും മെഷർ ചെയ്യേണ്ടത്. ഇനി ഇൻറ്റേർണലി ജനറേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻറ്റേർണലി ജനറേറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനേ പോകത്തില്ല. വിൽ നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്. ഇനി R&Dയിലേക്ക് വരുമ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ്? അത് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, വിച്ച് ഈസ് റിസർച്ച് ഫേസ് ആസ് വെൽ ആസ് ഡെവലപ്മെൻറ്റ് ഫേസ്. റിസർച്ച് ഡെവലപ്മെൻറ്റ് എന്നുള്ള 2 ഫേസായിട്ട് നമ്മളതിനെ തിരിക്കും. ഓക്കെ. സോ വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2 ഡിഫറെൻറ്റ് ഫേസസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ റിസർച്ച് ഫേസ് എന്ന് പറയുന്നത് വി നോ ദാറ്റ് നമുക്കവിടെ റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അവിടെ പ്രോബബിൾ ആണ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്നുള്ളത് ഷുവർ അല്ല. വി ആർ ട്രൈങ് ടു ഫൈൻഡ് സംതിങ് ന്യൂ. ഓക്കെ. അപ്പോൾ അവിടെ പ്രോബബിൾ എക്കണോമിക് ബെനിഫിറ്റ്സ് അവിടെ ഇല്ല. ആ സ്പെൻഡ് ചെയ്യുന്ന പൈസയിൽ നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. സോ വിൽ എക്സ്പെൻസീവ് ഓഫ് ഇറ്റ്. ഓൺ ദ അതർ ഹാൻഡ് ഡെവലപ്മെൻറ്റ് ആണെങ്കിലോ ഹൗ വിൽ യു ട്രീറ്റ് ദ ഡെവലപ്മെൻറ്റ് എഫേർട്സ്? ആ ഡെവലപ്മെൻറ്റ് ഫേസിൽ വരുന്ന എക്സ്പെൻസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഡെവലപ്മെൻറ്റ് ഫേസിൽ വരുന്ന എക്സ്പെൻസ് ആണെങ്കിൽ വി ഹാവ് ടു ചെക്ക് certain criteria are met. certain criteria അവിടെ മീറ്റ് ചെയ്താൽ നോക്കും. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അതിനെ അസറ്റായിട്ട് വെക്കത്തുള്ളൂ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റ് ക്രൈറ്റീരിയ. എന്തൊക്കെയാ ആ ക്രൈറ്റീരിയയ്ക്ക് നമുക്ക് നിമോണിക് ഓർത്തിരുന്നാൽ മതി. എന്തായിരുന്നു? പൈറേറ്റ്, വിച്ച് ഈസ് പ്രോബബിൾ ആയിരിക്കണം എക്കണോമിക് ബെനിഫിറ്റ്. I stands for the intention to complete that project. Then resources are properly allocated. Then the ability to use or sell that particular product. Technically നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യം feasible ആയിരിക്കണം. And finally all expenses are reliably measurable. അപ്പോൾ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? We can recognize it as a intangible asset. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ ഇത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഇതിനെ ബേസ് ചെയ്ത് 2-3 വട്ടം ഈ സെനാരിയോ ബേസ് ചെയ്ത് എന്ത് വന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ റിസോഴ്സസ് അഡിക്വലി അവൈലബിൾ ആണോ? ദ എബിലിറ്റി ടു യൂസ് ഓർ സെൽ. T stands for ടെക്നിക്കലി അതെന്തായിരിക്കണം? ഫീസിബിൾ ആണോ നോക്കണം. ദെൻ ഫൈനലി ആ എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മെഷർ ചെയ്യാൻ പറ്റണം. This part is clear, everyone?
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ വന്നിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ ഡെവലപ്മെൻറ്റ് ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തു. 2024 ഡെവലപ്മെൻറ്റ് ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു അസറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തു എന്ന് വെച്ചോ. ഓക്കെ, സബ്സിക്വൻറ്റ് ഇയേഴ്സ്, നെക്സ്റ്റ് ഇയർ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി there was സംതിങ് റോങ്, നമ്മുടെ റെക്കഗ്നീഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത വർഷം മനസ്സിലായി. സോ ഹൗ വിൽ യു ട്രീറ്റ് ഇറ്റ്? നമ്മൾ ഡെവലപ്മെൻറ്റിൽ ഇട്ടിട്ട് ക്യാപിറ്റലൈസ് ചെയ്തൊരു കാര്യം നെക്സ്റ്റ് ഇയർ വരുമ്പോൾ, എക്സാമിന് അങ്ങനെയൊക്കെ ആയിരിക്കും സിറ്റുവേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഇയർ വരുന്ന സമയത്ത് ലെറ്റ്സ് സേ ഇഫ് യു ഫീൽ ലൈക്ക് ആ റെക്കഗ്നീഷൻ കറക്റ്റ് അല്ലായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഹൗ യു ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദാറ്റ് സിറ്റുവേഷൻ? നമ്മൾ ആ അസറ്റിനെ ഡീറെക്കഗ്നൈസ് ചെയ്ത് കളയണോ കംപ്ലീറ്റ് ആയിട്ട്, അതോ പ്രീവിയസ് ഇയറിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതി അക്കൗണ്ട് ചെയ്യുമോ? ഹൗ വിൽ യു ട്രീറ്റ് ഇറ്റ്? സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും എക്സാമിന് വരുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞേ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ലെറ്റ്സ് സേ നമ്മൾ 2023 ഒരു ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തു. 2024 ആയപ്പം ഈ വർഷം എനിക്ക് മനസ്സിലായി കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത ഒരു ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്ത രീതി തെറ്റാണ്, അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടുണ്ടായിരുന്നതല്ല. സോ വാട്ട് ആർ ദ സൊല്യൂഷൻസ് വി ഹാവ്? വിൽ യു അക്കൗണ്ട് ഇറ്റ് ആസ് എ പ്രയർ പീരീഡ് എറർ, ഓർ വിൽ യു ഡീറെക്കഗ്നൈസ് മൊത്തം വെച്ചേക്കുന്ന അസറ്റിനെ നിങ്ങൾ ഡീറെക്കഗ്നൈസ് ചെയ്യുമോ? What are the solutions we have? Okay, let's say if criteria is properly meet ചെയ്തിരിക്കുവായിരുന്നെങ്കിൽ, okay, if criteria met, അങ്ങനെ സിറ്റുവേഷൻ വരുമ്പം നമുക്ക് പിന്നെ അത് പ്രയർ പീരീഡ് എറർ എന്ന് പറയാൻ പറ്റുമോ? ക്രൈറ്റീരിയാസ് പ്രോപ്പർലി മീറ്റ് ചെയ്യാനെങ്കിൽ പിന്നെ പ്രയർ പീരീഡ് എറർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 2024 നമ്മൾ ഈ ഫ്രോഡ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യുന്നില്ലെന്നൊന്നും വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ വരുന്നില്ലായിരിക്കും. ഓക്കെ, സോ 2023 ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ വെച്ച ക്രൈറ്റീരിയാസ് ഒക്കെ കറക്റ്റാണ്. ബട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പെർഫോമൻസ് വരാത്ത സമയത്ത് നമ്മൾ ഒരിക്കലും അതിനെ പ്രയർ പീരീഡ് എറർന്ന് പിന്നെ പറയാൻ പാടില്ല. ബിക്കോസ് ക്രൈറ്റീരിയ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സെനാരിയോ നമ്മുടെ ഓപ്ഷൻ എന്താ? ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അസറ്റിനെ മൊത്തത്തിൽ ഡീറെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ ആണോ? ഇഫ് ക്രൈറ്റീരിയാസ് ആർ നോട്ട് പ്രോപ്പർലി മെറ്റ്, ക്രൈറ്റീരിയ ചെക്ക് ചെയ്തതിലുള്ള മിസ്റ്റേക്കാണ്, ക്രൈറ്റീരിയ ശരിക്കും പ്രോപ്പർലി മീറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിലോ, ക്രൈറ്റീരിയ ശരിക്കും മീറ്റ് ചെയ്തിട്ടില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലോ, അതിനെ നമുക്ക് എന്തായിട്ട് അക്കൗണ്ട് ചെയ്യാം? പ്രയർ പീരീഡ് എററായിട്ട് അക്കൗണ്ട് ചെയ്യാം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ രണ്ട് സിറ്റുവേഷൻ നോക്കണം. ചിലപ്പോൾ ഒരു രണ്ട് ഡിഫറെൻറ്റ് സെനാരിയോ തരും. ചെക്ക് ഇഫ് ദ ക്രൈറ്റീരിയാസ് മെറ്റ്, ഇഫ് ദ ക്രൈറ്റീരിയാസ് ആർ നോട്ട് മെറ്റ്. അപ്പോൾ ക്രൈറ്റീരിയാസ് പ്രീവിയസ്ലി തന്നെ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ട് അതിനെ പ്രയർ പീരീഡ് എറർ എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യും. സോ പ്രയർ പീരീഡ് എറർ ഷുഡ് ബി അക്കൗണ്ടഡ് റെട്രോസ്പെക്റ്റീവ്ലി ആണ് നമ്മൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ടുവരേണ്ടത് അല്ലേ? ഇസ് ദ ക്ലിയർ എവരി വൺ? അപ്പോൾ ഫ്രം ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 10 മാർക്സ് 10 to 11 മാർക്സിനൊക്കെ ഈ സെനാരിയോ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നത്. സോ വി ഹാവ് ഡൺ സിമിലർ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. ഓക്കെ, നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ സ്കൈസർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിലും ചെയ്തതാണ്, ലൈവ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ് ഓൾറെഡി. സോ ഈവൻ ദോസ് ഹാവിൻ ഡൺ ദാറ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ദിസ് ക്വസ്റ്റ്യൻ. സ്കൈസർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അപ്പോൾ സംതിങ് സിമിലർ ചോദിച്ച ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ ഡെവലപ്മെൻറ്റ് കോസ്റ്റിന് അകത്തുനിന്ന് വന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രീവിയസ്ലി വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കൂടാതെ ഇൻടാഞ്ചിബിൾ അസറ്റ് ബേസ് ചെയ്ത് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് പ്ലെയർ കോൺട്രാക്ട്സിൻ്റെ ക്വസ്റ്റ്യൻസ്. പ്ലെയർ കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദ പ്ലെയർ കോൺട്രാക്ട്സ്? ഈ പ്ലെയേഴ്സിൻ്റെ ഒക്കെ കോൺട്രാക്റ്റ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വിൽ യു അക്കൗണ്ട് ഇറ്റ് ആസ് IAS2 ഇൻവെൻട്രി, or will you account it as IA16 PPE, or will you account it as an investment property? How will you account for players contract?
പ്ലേയേഴ്സ് കോൺട്രാക്ട് നമ്മൾ ഏത് സ്റ്റാൻഡേർഡിലാണ് വരുന്നത്? പ്ലേയേഴ്സ് കോൺട്രാക്ട് എല്ലാം അപ്ലൈ ആവുന്നത് ഏത് സ്റ്റാൻഡേർഡിൽ തന്നെ മക്കളെ? IAS 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്നാണ് പ്ലേയേഴ്സ് കോൺട്രാക്ട് അക്കൗണ്ട് ചെയ്യുന്നത്. കാരണം ഹിയർ വി ആർ കോൺട്രാക്ടിങ് ദം വിത്ത് ദെയർ സ്കിൽസ്. അപ്പോൾ ആ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഫിസിക്കലി മെഷർ ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? ആ പ്ലെയറിൻ്റെ സ്കില്ലിനാണ് നമ്മളൊരു വില ഇടുന്നത്. സോ വാട്ട് എവർ ദ പർച്ചേസ് പ്രൈസ് ഈസ്, ആ അക്വയർ ചെയ്ത കോസ്റ്റിന് നമ്മളത് ബുക്സിൽ റെക്കഗ്നൈസ് ചെയ്യുക. ആൻഡ് വി ഷുഡ് അക്കൗണ്ട് ഇറ്റ് ആസ് പെർ IAS 38. എപ്പോഴും മനസ്സിലാക്കണം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് പ്രകാരമാണ് നമ്മൾ പ്ലേയേഴ്സ് കോൺട്രാക്ട് എല്ലാം ഡീൽ ചെയ്യേണ്ടത്. അതിൽ തന്നെ പ്ലേയേഴ്സിന് ഇപ്പോൾ ഇഞ്ചറി ഒക്കെ വരുവാണെങ്കിലോ, ആ പ്ലെയറിനൊരു ഇഞ്ചറി വരുവാണെങ്കിൽ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? വി ഷുഡ് ട്രീറ്റ് ഇറ്റ് ആസ് ഇമ്പയർമെൻറ്റ്. അപ്പോൾ ഞാൻ മാക്സിമം പല ക്വസ്റ്റ്യൻസിനകത്തിൽ ചോദിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ്ലി വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസിലും ചോദിച്ച സെനാരിയോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയർ കോൺട്രാക്ട്സ് ഒന്നും വല്ലതും കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വി ഹാവ് ടു അക്കൗണ്ട് ഇറ്റ് ആസ് പെർ IAS 38. അവിടെ വേറൊരു സ്റ്റാൻഡേർഡ് വരത്തില്ല. ദെൻ ആ പ്ലെയറിന് ഇഞ്ചറി എന്തെങ്കിലും വരുവാണ്, ആ പ്ലെയറിന് ഡയറക്റ്റ്ലി ആ പ്ലെയറിന് എന്തെങ്കിലും ഇഞ്ചറി വരുവാണെങ്കിൽ ചെക്ക് ഫോർ ഇമ്പയർമെൻറ്റ് റിവ്യൂ എന്ന് പറയുക. ഇഫ് ദ ടീം ഈസ് നോട്ട് പെർഫോമിങ് വെൽ, ഹൗ വിൽ യു ട്രീറ്റ് ഇറ്റ്? ആ ടീം പ്രോപ്പർലി പെർഫോം ചെയ്യുന്നില്ലെങ്കിലോ? ദ ടീം ഈസ് നോട്ട് പെർഫോമിങ് വെൽ എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിലോ? ഹൗ വിൽ യു ടെസ്റ്റ് ദ ഇമ്പയർമെൻറ്റ്? ഇപ്പോൾ ടീം ആസ് എ ഹോൾ ആണ് പെർഫോം ചെയ്യാത്തത്, ദേ ഹാവ് ലോസ്റ്റ് മെനി ഗെയിംസ്. ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ലാസ്റ്റ് ഇപ്പം IPL കേസിലാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ എന്തായാലും കുറേ ഫാൻ ബേസ് കുറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഓഫ് സം മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആസ് വെൽ ആസ് ദ പെർഫോമൻസ്. ഓക്കെ, അവിടെ നമുക്കൊരു പർട്ടിക്കുലർ പ്ലെയറിനെ മാത്രം ഇമ്പയർമെൻറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ഓൾമോസ്റ്റ് ദ ഹോൾ ടീം ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്, റൈറ്റ്? സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ പ്ലെയറിനെ മാത്രമല്ല, ആ ടീമിനെ നമ്മളൊരു CGO ആയിട്ട് കൺസിഡർ ചെയ്യും, ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റിൻ്റെ ഇമ്പയർമെൻറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു മോഡലിലായിരിക്കണം ആ ടീമിൻ്റെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യാൻ. ബിക്കോസ് വി കനോട്ട് സേ ദാറ്റ് ഒരു പർട്ടിക്കുലർ പ്ലെയറിന് ഇഞ്ചറി പറ്റിയ സിറ്റുവേഷൻ അല്ല, ദ ഹോൾ ടീം ഈസ് നോട്ട് പെർഫോമിങ് വെൽ. അപ്പോൾ അപ്പോൾ IAS 38 റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടൊരു സ്റ്റാൻഡേർഡാണ് ഈ ഇമ്പയർമെൻറ്റ് സ്റ്റാൻഡേർഡ്, വിച്ച് ഈസ് IAS 36. അപ്പോൾ അതും നിങ്ങൾ എപ്പോഴും ഓർക്കുക. അപ്പോൾ പല ടൈപ്പ് ഓഫ് പാസ് പേപ്പേഴ്സിൽ എപ്പോഴും ഇമ്പയർമെൻറ്റ് അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സും ലിങ്ക്ഡ് ആവാറുണ്ട്. അപ്പോൾ ലിങ്ക്ഡ് ആവുന്ന സിറ്റുവേഷനിലും എപ്പോഴും പ്ലെയേഴ്സിൻ്റെ ആ കോൺട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള സെനാരിയാണ് R&D എക്സ്പെൻസ്, അതിൽ തന്നെ ഡെവലപ്മെൻറ്റ് ഈ സിറ്റുവേഷൻ. സോ ഡെവലപ്മെൻറ്റ് ക്രൈറ്റീരിയ ഓർത്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ സെയിം വേ, ഇഫ് ദ ജഡ്ജ്മെൻറ്റ് വാസ് റോങ്, ഹൗ വിൽ യു ഡീൽ ഇറ്റ് എന്നുള്ള സിറ്റുവേഷനും ഉണ്ട്. Is that clear everyone? അപ്പോൾ IAS 38 വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺലി നമ്മൾ കണ്ടിട്ടുള്ള സിറ്റുവേഷൻസ് ഇതാണ്. ഒന്ന് ഡെവലപ്മെൻറ്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം, അതേപോലെ പ്ലെയേഴ്സ് കോൺട്രാക്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നമുക്ക് IAS 38 വന്ന റീസെൻ്റ്ലി വന്ന ടെസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻസിലൊക്കെ വന്നതാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാംസിൻ്റെ സെനാരിയോ, അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടെലിവിഷൻ പ്രോഗ്രാം സ്റ്റേഷൻസ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ ടു എക്സാമ്പിൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോംസ് ഒക്കെ ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് ഇമ്പയർമെൻറ്റ് വരാം, അല്ലെങ്കിൽ അവിടെയും അതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത് ടെലിവിഷൻ റൈറ്റ്സ് ആണ് നമ്മൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു മൂവിയുടെ റൈറ്റ്സ് ആണ് വാങ്ങുന്നത്. അപ്പോൾ ഈ മൂവിയുടെ റൈറ്റ്സ് വാങ്ങാമെന്നൊക്കെ പറയുമ്പോൾ, പ്രോഗ്രാംസിന് റൈറ്റ്സ് ഒക്കെ വാങ്ങാമെന്ന് പറയുമ്പം അത് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ നെറ്റ്ഫ്ലിക്സ് പോലത്തെ കമ്പനീസ്, നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ, ഈ കമ്പനീസൊക്കെ ഈ റൈറ്റ്സിനെ അക്കൗണ്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? ദേ വിൽ അക്കൗണ്ട് ഇറ്റ് ആസ് ദ ടെക്നിക്കൽ റൈറ്റ്സ് എല്ലാം അക്കൗണ്ട് ചെയ്യുന്ന ഏത് പ്രകാരമാണ് മക്കളെ? IAS 38 ആയിരിക്കും. അപ്പോൾ IAS 38 ബേസ് ചെയ്ത് വന്നിട്ടുള്ള സെനാരിയോസാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IAS 38 വരുന്നതാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാം സ്റ്റേഷൻസും അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് പോലത്തെ എല്ലാ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽസും. സോ അവിടെ IAS 38 നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഈ അസറ്റ്സിനെല്ലാം നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് കോസ്റ്റ് മോഡലിലാണ്. സോ കോസ്റ്റ് ബേസിസിലായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക, ഡിപ്രീസിയേഷൻ ചാർജസ് ഒക്കെ. ബട്ട് എസ്പെഷ്യലി നെറ്റ്ഫ്ലിക്സ് പോലത്തെ പ്ലാറ്റ്ഫോംസിലൊക്കെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്
അവിടെ ആ പർട്ടിക്കുലർ നിങ്ങളെടുത്ത ആ പ്രോഗ്രാമിൻ്റെ റൈറ്റ്സിൻ്റെ ലൈഫും റവന്യൂ മോഡലും ഭയങ്കര ലിങ്ക്ഡ് ആണ്. ബിക്കോസ് റവന്യൂ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് അല്ലേ. അപ്പോൾ കസ്റ്റമറിൻ്റെ ആ ഒരു ലൈഫ് പീരീഡുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ ആ റൈറ്റ്സ് വാങ്ങിച്ച് വെച്ചേക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ലൈഫും. അപ്പോൾ അതിനൊരു ഇത്ര വർഷം യൂസ്ഫുൾ ലൈഫ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദെയർ വി ക്യാൻ കൺസിഡർ ദാറ്റ് ദ വാല്യൂ ഓഫ് ദിസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, അതിൻ്റെ ഓവറോൾ ലൈഫ് ടൈമിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഹൈലി റിലേറ്റഡ് ആണ് റവന്യൂ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ നമ്മളെ ഒരു കാൽക്കുലേഷൻ വരുന്നത് ഡിപ്രീസിയേഷൻ്റെ അമോർട്ടൈസേഷനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ആർ എക്സ്പെക്ടിങ് എ ടോട്ടൽ റവന്യൂ ഓഫ് if you are expecting a total revenue of 30 million from this particular program, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 30 million ആണെങ്കിൽ in year one let's say you collected 15 million, കസ്റ്റമറിൻ്റെ നിന്ന് 15 million കളക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ what do you totally expect from this particular rights? 30 million as revenue. അതിൽ ഓൾമോസ്റ്റ് ഒരു 50% നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ നമ്മൾ അമോർട്ടൈസേഷൻ ചാർജ് കൊടുക്കേണ്ടതും 50% ആണ്. അസറ്റ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റിൻ്റെ 50% ഈ ഒരു സെനാരിയിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? അമോർട്ടൈസേഷൻ ചാർജ് ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുക്കും. കാരണം എന്താ, ആ ലൈഫ് അതനുസരിച്ച് കുറഞ്ഞു. ബിക്കോസ് വി ആർ ഓൺലി എക്സ്പെക്ടിങ് 30 million റവന്യൂ ഫ്രം ദിസ് അസറ്റ്. അതിൽ 50 million കളക്ട് ആയിട്ടുണ്ട്, ദാറ്റ് ഈസ് 50% കളക്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അസറ്റിൻ്റെ 50% നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അമോർട്ടൈസ്. അപ്പോൾ ഈ രീതിയിലുള്ള മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. വി ഹാവ് ടു സേ ദാറ്റ് ക്യാൻ ബി ആപ്ലിക്കബിൾ. ബട്ട് ഒരു ട്രഡീഷണൽ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ പറ്റത്തില്ല. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ റവന്യൂ ബേസ്ഡ് മോഡൽ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ബേസ്ഡ് വരുന്ന എല്ലാ റവന്യൂസിനും ഇതാണ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്. ബിക്കോസ് ദർ ഈസ് നോട്ട് ഫ്യൂച്ചർ ലൈഫ് അപ്പാർട്ട് ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ ബേസ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ്. അത് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ സെഗ്മെൻ്റൽ റിപ്പോർട്ടിങ്ങിൽ വരുമ്പോൾ വി ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ സെഗ്മെൻറ്റ്സിനെ, ഇപ്പോൾ ഒരു കമ്പനിയിൽ പല ടൈപ്പ് സെഗ്മെൻറ്റ്സ് കാണും. ഓക്കെ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ റിലയൻസിനെ സെനാരിയോ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ്. റീജിയൻ ബേസ്ഡ് സെഗ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നോർത്തേൺ റീജിയൻ അല്ലെങ്കിൽ സദേൺ റീജിയൻ എന്നുള്ള സ്പ്ലിറ്റിൽ നമ്മൾ ബിസിനസ് ചിലപ്പോൾ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതിനെയാണ് നമുക്ക് ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ സെയിം വേ നമുക്കിപ്പം പല ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ബിസിനസ് ഉണ്ട്. ഇപ്പോൾ പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് സെഗ്മെൻറ്റ്, ഇനിയും സ്റ്റോക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ട്രേഡിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള നോളജൊക്കെ കൊടുക്കുന്ന രീതിയിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. ഹൈഫൈ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ദെൻ ഓൺ ദ അതർ ഹാൻഡ് വി ഹാവ് ജൂനിയേഴ്സ് സച്ച് ആസ് അബാക്കസ്, അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സെക്ടർ ഉണ്ട്. സോ വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ആസ് അലയൻസ് ജൂനിയേഴ്സ്. സോ അവിടെ നമ്മൾ ബിസിനസ് സെഗ്മെൻറ്റ്സിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനി വലുതാവുന്ന അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോപ്പർ അനാലിസിസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൈ സെഗ്മെൻറ്റ് അതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ സെഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡായിട്ട് പറയുന്നതല്ല. ഓക്കെ, സ്റ്റാൻഡേർഡായിട്ട് പറയുന്നതല്ല. ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ് നമുക്ക് രണ്ട് രീതിയിലാണ് മെയിൻലി ബിസിനസ്സിൻ്റെ സെഗ്മെൻറ്റ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ബേസ്ഡ് ഓൺ ദ ബിസിനസ് ഓപ്പറേഷൻസിന് വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സെഗ്മെൻറ്റ്സ് എങ്ങനെ ക്ലാസ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണോ? ഓക്കെ, സോ എന്തുകൊണ്ട് സെഗ്മെൻ്റൽ റിപ്പോർട്ടിംഗ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു അസസ് ദ അണ്ടർലൈങ് റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് എൻ്റർപ്രൈസസ്. ഓരോ സെഗ്മെൻറ്റ് ടു സെഗ്മെൻറ്റ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിസ്ക്കും റിട്ടേൺസും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാംസിന് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എഴുതേണ്ട ഒരു നോളജ് പാർട്ട് ഇതാണ്. എങ്ങനെ സെഗ്മെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ള പാർട്ട് എഴുതാം. എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ ആസ്കിങ് സംതിങ് ഫ്രം IFRS 8, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ഡിസംബറിൽ വന്നൊരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചെയ്യാം. സോ ദെൻ യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ഐഡിയ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. ദെൻ IFRS 8 പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്റ്റാൻഡേർഡ് പറയുന്നൊരു കാര്യം, whenever operating segments are getting reported, we have to disclose the informations properly. ഓക്കെ, അതിൻ്റെ എല്ലാ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസും ഇൻക്ലൂഡിങ് ദ നേച്ചർ ആസ് വെൽ ആസ് ദ ഫൈനാൻഷ്യൽ എഫക്ട്സ് ഓഫ് ദ ബിസിനസ് ആക്ടിവിറ്റി കൃത്യമായിട്ട് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? IFRS 8 പറയുന്നത് സെഗ്മെൻ്റൽ റിപ്പോർട്ടിംഗ് ചെയ്യണമെന്നാണ്.
it mainly applies to those companies which trade debt and equity instruments in public market. അപ്പോൾ എഫക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനീസ് മാത്രം എന്ത് ചെയ്താൽ മതി, ഈ സെഗ്മെൻ്റൽ റിപ്പോർട്ടിങ് ചെയ്താൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ സെഗ്മെൻ്റൽ റിപ്പോർട്ടിങ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിൻ്റെ റവന്യൂവും ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിൻ്റെ എക്സ്പെൻസസും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെപ്പറേറ്റ്ലി, അത് ഇൻഡിപെൻഡൻ്റ്ലി അത് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഒരു സെഗ്മെൻറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട സമയത്ത്, ഒരു കമ്പണൻ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റവന്യൂ ആസ് വെൽ ആസ് ദ എക്സ്പെൻസസ് ദാറ്റ് വി ഇൻകർ, അത് നമുക്ക് സെപ്പറേറ്റ്ലി ചെയ്യാൻ പറ്റണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എലാൻസിന് ഇപ്പം 3 ഡിഫറെൻറ്റ് സ്പേസാണുള്ളത്. വി ഹാവ് എ കാലിക്കറ്റ് സെൻറ്റർ, വി ഹാവ് എ കൊച്ചി സെൻറ്റർ ആൻഡ് വി ഹാവ് എ കോർപ്പറേറ്റ് ഓഫീസ്. ഈ കോർപ്പറേറ്റ് ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് മെയിൻലി കൺസിഡറിങ് ഇറ്റ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. സോ അവിടെ ആക്ച്വലി നമുക്ക് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. വി ആർ നോട്ട് ജനറേറ്റിംഗ് ഇൻ റവന്യൂ. അപ്പോൾ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഒരു സെഗ്മെൻറ്റ് ആയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി റവന്യൂ ദെയർ ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി റെക്കഗ്നൈസിങ് എ എക്സ്പെൻസ്. സോ വിൽ ട്രീറ്റ് ലൈക്ക് എ കോസ്റ്റ് സെൻറ്റർ ദെയർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് ഓഫ് എ സെഗ്മെൻറ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സെപ്പറേറ്റ് ഏരിയാസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റവന്യൂവും എക്സ്പെൻസും സെപ്പറേറ്റ്ലി അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന കേപ്പബിളായിട്ടുള്ള സെഗ്മെൻ്റ് ആയിരിക്കണം. ക്ലിയർ ആണോ? ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ? ദെൻ ഇതിൽ എക്സ്ക്ലൂഷൻ കൊടുത്തേക്കുന്ന 2 സെനാരിയോ ആണ്. ഒന്ന് കോർപ്പറേറ്റ് ഓഫീസ് ആൻഡ് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബിക്കോസ് ദേ ഡോ നോട്ട് ഏൺ റവന്യൂ, ആൻഡ് എൻറ്റിറ്റീസ് പെൻഷൻ പ്ലാൻ ഈസ് നോട്ട് ആൻ. ഇപ്പോൾ IAS 19 വഴി ഒരു സെപ്പറേറ്റ് പെൻഷൻ പ്ലാൻ ഒക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിവിഷൻ ഒരിക്കലും എന്തല്ല, PFൻ്റെ ആ പാർട്ടൊന്നും വി കാനോട്ട് ട്രീറ്റ് ആസ് ആൻ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ബിക്കോസ് ഇതെല്ലാം എക്സ്പെൻസ് മാത്രം ഇൻകർ ചെയ്യുന്ന ഏരിയാസാണ്. അപ്പോൾ വെനെവർ ദേ ആർ ആസ്കിങ് സം ക്വസ്റ്റ്യൻസ് ഫ്രം IFRS 8 നമുക്കിത് പറയാൻ പറ്റും, എങ്ങനത്തെ സെഗ്മെൻറ്റ്സിനെയാണ് നമുക്ക് സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അതിൽ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സെഗ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 സെഗ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രിഗേറ്റ് ചെയ്ത് സിംഗിൾ സെഗ്മെൻ്റായിട്ട് കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വി ഹാവ് ഓൺലൈൻ പ്രൊഡക്ട്സ് ആൻഡ് ഓഫ്ലൈൻ പ്രൊഡക്ട്സ്. അപ്പോൾ ഈ 2 പ്രൊഡക്ട്സിനെ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ 2 or more ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ക്യാൻ ബി അഗ്രിഗേറ്റഡ്, അല്ലെങ്കിൽ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതർ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഷുഡ് ബി സിമിലർ. എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഷുഡ് ബി സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എല്ലാ ആസ്പെക്ട്സിലും സിമിലർ ആയിരിക്കണം. ദാറ്റ് ഈസ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് സിമിലർ ആയിരിക്കണം, പ്രൊഡക്ഷൻ പ്രോസസ്സ് സിമിലർ ആയിരിക്കണം, ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് സിമിലർ ആയിരിക്കണം, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് സിമിലർ ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എലാൻസ് ആസ് എ കമ്പനി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. ഇതിനെ നമുക്ക് അഗ്രിഗേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ഇല്ല, നമുക്ക് അഗ്രിഗേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അതിൻ്റെ മോഡ് ഓഫ് ഡെലിവറി ഡിഫറെൻ്റ് ആണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ മോഡ് ഓഫ് ഡെലിവറി അല്ല ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഈസ് ഡിഫറെൻറ്റ്. ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഓൺലൈൻ ക്ലാസ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഓഫ്ലൈൻ ക്ലാസ് റെഗുലർലി പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. റൈറ്റ്, അപ്പോൾ ക്ലാസ് ഓഫ് കസ്റ്റമർ മാറി, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് ഒക്കെ മാറിയെങ്കിൽ വി cannot aggregate that segment. Is that clear everyone? Okay, now the next part is every segment is reportable എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. We cannot say that every segment is reportable. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് only those segments that meet the criteria in IFRS 8. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും it is getting tested in some of the previous sittings. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെഗ്മെൻറ്റിൻ്റെ റവന്യൂ നോക്കുക എന്നുള്ളതാണ്. സെഗ്മെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ റവന്യൂ, കമ്പനിയുടെ ടോട്ടൽ സെഗ്മെൻറ്റ്, ദറ്റ് ഈസ് ഇൻറ്റേർണൽ റവന്യൂ എക്സ്റ്റേണൽ റവന്യൂ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ആ ടോട്ടൽ റവന്യൂൻ്റെ 10% ഈക്വൽ ഓർ മോർ ദാൻ 10% ഉണ്ടായിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റിൻ്റെ റവന്യൂ. എങ്കിലേ അത് റിപ്പോർട്ടബിൾ ആകത്തുള്ളൂ. അതാണ് റവന്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക്. ഇനി സെഗ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്രോഫിറ്റ് ഓർ ലോസ് വിച്ച് ഓർ ഈസ് ഹയർ. അത് ഈക്വൽ ടു ഓർ മോർ ദാൻ 10% ഓഫ് ടോട്ടൽ കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരണം ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിന്.
ദെൻ മൂന്നാമത്തത് അസറ്റ് ബേസ്ഡ് ഉള്ള ക്രൈറ്റീരിയ ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ്സിൻ്റെ 10% ഈക്വൽ ഓർ മോർ ദാൻ 10% അസറ്റ്സ് നമ്മുടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സെഗ്മെൻറ്റിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് 10% ക്രൈറ്റീരിയ. 10% ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ നോക്കും ആ സെഗ്മെൻറ്റ് റിപ്പോർട്ടബിൾ ആണോ അല്ലയോ എന്ന്. അതിൽ 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? 10% ഓഫ് റവന്യൂ, 10% ഓഫ് either profit or loss, 10% of total assets. Is that clear everyone? ഈ ക്രൈറ്റീരിയ ക്ലിയർ ആണോ? അപ്പോൾ IFRS ആയിട്ട് ഞാൻ ഫുള്ള് റിവേഴ്സ് ചെയ്യുന്നില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ ഞാൻ റിവേഴ്സ് ചെയ്യുന്നുള്ളൂ. സോ ഒന്ന് എന്താണ്, വൈ വി ആർ ഡൂയിങ് ഇറ്റ്, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. സെഗ്മെൻറ്റ്സിനെ അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൈറ്റീരിയാസ് നമ്മൾ ചെക്ക് ചെയ്തു. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ദെൻ ഈസ് എവറി സെഗ്മെൻറ്റ് ഈസ് റിപ്പോർട്ടബിൾ അല്ല, ഈ ക്രൈറ്റീരിയാസ് അവിടെ മീറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ 10% ക്രൈറ്റീരിയ, അതാണ് ബേസിക് ക്രൈറ്റീരിയ. ദെൻ സ്പെഷ്യൽ ക്രൈറ്റീരിയ ഉണ്ട്. സ്പെഷ്യൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ABC എന്ന് പറയുന്ന 3 ഡിവിഷൻ നമ്മൾ എടുത്തു. അത് റിപ്പോർട്ടബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ റവന്യൂ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂവിൻ്റെ 75% എങ്കിലും നിങ്ങൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ABC എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 3 സെഗ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ റവന്യൂ എല്ലാം ആഡ് ചെയ്താൽ ദാറ്റ് ഷുഡ് ബി മോർ ദാൻ 70% ഓഫ് ദ എക്സ്റ്റേണൽ റവന്യൂ. അങ്ങനെ വന്നില്ലെങ്കിൽ ആ 75% ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം കാരണം വി ക്യാൻ ആഡ് മോർ സെഗ്മെൻറ്റ്. ഓക്കെ, ചിലപ്പോൾ DEF ഒക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കിടക്കുന്ന സെഗ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അവരെയും കൂടെ നമ്മൾ ഈ റിപ്പോർട്ടബിൾ ആക്കും, ബിക്കോസ് ഈ ഒരു റൂൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് 3 ലെവലിൽ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ ചിലപ്പോൾ ആൾക്കാർക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെ പോകും. ദേ വിൽ നോട്ട് ബി ഗെറ്റിംഗ് റിപ്പോർട്ടബിൾ. ബട്ട് ചിലപ്പോൾ ഈ 75% ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വിൽ ബി ആഡിങ് മോർ സെഗ്മെൻറ്റ്സ് ഈവൻ ദോ ദേ ഡസൻറ്റ് മീറ്റ് 10% ക്രൈറ്റീരിയ. ആ 75% ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മോർ ആൻഡ് മോർ സെഗ്മെൻറ്റ്സ് ക്യാൻ ഗെറ്റ് ആഡഡ്. അപ്പോൾ ഇങ്ങനെ 4 സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് സെഗ്മെൻറ്റ്സ് റിപ്പോർട്ടബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു IFRS 8 ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ ലാസ്റ്റ് ഡിസംബർ 2023 there was a question. Okay, there was a question from എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം. ഡിസംബർ 2023 ഒരു സെനാരിയോയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എത്തിക്സിൻ്റെ ക്വസ്റ്റ്യൻ, അതിൽ അവരെന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ദേ ഹാവ് ആക്ച്വലി ടെസ്റ്റഡ് എ സെനാരിയോ ഫ്രം IFRS 8. ഈ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് എടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് 10 മാർക്സിന് ടോപ്പിക്കായിട്ട് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 2-3 സിറ്റിങ്ങിന് മുമ്പായിട്ട് അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു റിക്വയർമെൻറ്റ്. ക്യാൻ യു സീ ദ ക്വസ്റ്റ്യൻ ഹിയർ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ എത്തിക്കൽ കൺസിഡറേഷൻ എടുക്കാനാണ്. അത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഡിസ്കസ് ചെയ്തു എങ്ങനെ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതണമെന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സിൻ്റെ ഡിസ്ക്രൈബ് ദ പൊട്ടൻഷ്യൽ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ഇൻ ഡയറിയോ കമ്പനി എന്നുള്ളതായിരുന്നു റിക്വയർമെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഈവൻ ദോ യു ആർ നോട്ട് റൈറ്റിംഗ് എ പ്രോപ്പർ ആൻസർ, യുവർ നോളജ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ആസ് ദ എക്സാമിനർ സെഡ് യുവർ നോളജ് ഷുഡ് കവർ ദിസ് 3 പോയിൻറ്റ്സ്. എന്തൊക്കെ? ഡെഫിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. അഗ്രിഗേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, അതിൻ്റെ നോളജ് എക്സ്പ്ലനേഷൻ എഴുതണം. ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഈ 3 പാർട്ടാണ് ഞാൻ ഇപ്പം റിവിഷൻ ചെയ്തത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് 8 to 10 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെനാരിയോ ആണിത്. ബിക്കോസ് ദേ ഹാവ് ബീൻ ടെസ്റ്റിംഗ് ഇറ്റ് വെരി റീസെൻ്റ്ലി. അപ്പോൾ ഒരു ലാസ്റ്റ് കുറച്ച് സെറ്റിങ്സ് ആയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്. സോ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഡെഫിനേഷൻ ആദ്യം എഴുതണം. സോ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിൽ പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി വെൽ പ്രിപ്പയർഡ് അബൌട്ട് ദ ഡെഫിനേഷൻ ഓഫ് IFRS 8. ദെൻ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സെനാരിയോ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ആസ്വദിച്ച് അവർ തന്നിട്ടില്ല. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റിനെ പറ്റിയിട്ടും അവർ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ 10% ക്രൈറ്റീരിയ ആൻഡ് 75% ക്രൈറ്റീരിയ. സോ ദ ക്വസ്റ്റ്യൻ 2 വാസ് വെൽ ഫ്രെയിംഡ് ബൈ ദോസ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഫെമിലിയർ വിത്ത് IFRS 8. ബിക്കോസ് അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു.
അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് ഒരു സെനാരിയോ ആണ് IFRS 8. പക്ഷേ റിവിഷൻ കിറ്റിൽ അത്രയും ക്വസ്റ്റ്യൻസ് അതിൻ്റെ ബേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഡിസ്കസ് ചെയ്തത്. ഇസ് എ ക്ലിയർ എവരി വൺ? അപ്പോൾ IFRS 8 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കി. സോ ദോസ് ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ റവന്യൂവും എക്സ്പെൻസും ഇൻഡിപെൻഡൻ്റ്ലി ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് ഇറ്റ്സ് റിസൾട്ട് ഷുഡ് ബി റിപ്പോർട്ടഡ് ബൈ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ ഹു ഈസ് നോൺ ആസ് CODM ഓഫ് ദ കമ്പനി. ആ കമ്പനിക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും അവൈലബിൾ ആയിരിക്കണം. ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫയബിൾ ആയിരിക്കണം. ഈ 3 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് ആ സെഗ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, അഗ്രിഗേറ്റ് ചെയ്യേണ്ട ഏത് സിറ്റുവേഷനിലാണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഈസ് എവറി സെഗ്മെൻറ്റ് ഈസ് റിപ്പോർട്ടബിൾ എന്നുള്ള ക്വസ്റ്റ്യൻ അതും അറിഞ്ഞിരിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ചെറിയ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും ദാറ്റ് ക്യാൻ ആക്ച്വലി ആഡ് മോർ വാല്യൂ ടു യുവർ ആൻസർ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്ക് ഒബ്വിയസ്ലി സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്ലി റിവൈസ്ഡ് ഈസ് IFRS 8 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് IFRS 9 ആസ് വെൽ ആസ് IAS 32. ഇതൊക്കെ ഏത് സെനാരിയിൽ വരുന്നതാണ്? IFRS 9 IAS 32 ഒക്കെ ഏത് സിറ്റുവേഷനിൽ വരുന്ന മക്കളെ? ഒരു പാസ്റ്റ് റീസെൻറ്റ് പേപ്പേഴ്സിലൊക്കെ ടെസ്റ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ IFRS 8 കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ആ സിറ്റിങ്ങിൽ തന്നെ ടെസ്റ്റ് ചെയ്തായിരുന്നു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ? IAS 32 അല്ലെങ്കിൽ IFRS 9 എന്നൊക്കെ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഡീൽ ചെയ്യുന്ന സെനാരിയോ ആണ് അല്ലേ? നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. സോ വെൻ യു ആർ ലുക്കിംഗ് അറ്റ് ദ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പാർട്ട്, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്? സോ വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്? ഇറ്റ് ഷുഡ് ബി എ കോൺട്രാക്ട്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതൊരു കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, സോ വെയർ ബൈ അവിടെ 2 പാർട്ടീസ് എപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. അതിലൊരു പാർട്ടിക്ക് അതെന്താണ് മക്കളെ? ഇറ്റ് വിൽ ബി എ ഫൈനാൻഷ്യൽ അസറ്റ്. ആൻഡ് ഫോർ ദ അതർ പാർട്ടി, സെക്കൻഡ് പാർട്ടിക്കോ it will be either financial liability or equity. അപ്പോൾ ഇതും ഓൾമോസ്റ്റ് എല്ലാ സിറ്റിങ്സിനും ടെസ്റ്റ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് നമ്മളിത് റിവേഴ്സ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ചോദിക്കാത്തതായിട്ടൊരു സിറ്റുവേഷൻ ഇല്ല. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പല ഏരിയാസ് അവർ എന്തായാലും ടെസ്റ്റ് ചെയ്യും. സോ IAS 32 ഡെഫിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പറയുന്നത്. അപ്പോൾ അത് ഡെഫിനേഷൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള 3 ടേംസ് ഇതാണ്. അതൊരു കോൺട്രാക്റ്റ് ആയിരിക്കണം. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 2 പാർട്ടീസ് എന്തായാലും ഇൻവോൾവ് ആയിരിക്കും. സോ ഒരു പാർട്ടിക്ക് അത് ഫിനാൻഷ്യൽ അസറ്റും മറ്റേ പാർട്ടിക്ക് എന്താണ്, ഷുഡ് ബി എ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഓർ ഇക്വിറ്റി എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ, നൗ വാട്ട് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്? എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ക്യാഷ് ആവാം, ഓർ റൈറ്റ് ടു റിസീവ് ക്യാഷ് ആവാം. ഓക്കെ, ഓർ റൈറ്റ് ടു റിസീവ് financial instrument under the favorable situation.
So these are the definition of financial instrument. Financial instrument തന്നെ there are different definitions. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ക്യാഷ് ആവാം, അല്ലെങ്കിൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ആവാം. ദറ്റ് ഈസ് നമ്മുടെ ട്രേഡ് റിസീവബിൾസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ട്രേഡ് റിസീവബിൾസ് ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ബിക്കോസ് അവിടെ എല്ലാം നമുക്ക് റിട്ടേൺസ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, റൈറ്റ് ടു റിസീവ് റൈറ്റ് ടു എക്സ്ചേഞ്ച് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ഹെഡ്ജിങ് സിറ്റുവേഷനൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഹെഡ്ജ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഹെഡ്ജിങ് ക്യാൻ ബി അറ്റ് ഗെയിൻ ഓർ ലോസ്. അപ്പോൾ ഹെഡ്ജിങ്ങിലെ ഗെയിൻ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വെൻ വി എക്സസൈസിങ് ദാറ്റ് ഹെഡ്ജ് വി ആർ ആക്ച്വലി എൻഡ് അപ്പ് ഇൻ എ ഗെയിൻ എന്നുള്ള സിറ്റുവേഷൻ വരാം. ഓക്കെ, സോ അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമുക്ക് അതിന് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഹെഡ്ജിങ്ങിൽ. ഓക്കെ, ഇസ് എ ക്ലിയർ എവരി വൺ? സോ ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ അസറ്റിൻ്റെ ഡെഫിനിഷൻ. സോ ഫൈനാൻഷ്യൽ അസറ്റിൻ്റെ എന്തൊക്കെ ഡെഫിനിഷൻ എന്തൊക്കെ വരും? ഇറ്റ് ക്യാൻ ബി ക്യാഷ് ഓർ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ് ഓർ കോൺട്രാക്ച്വൽ റൈറ്റ്സ് ടു റിസീവ് ക്യാഷ് ഓർ അതർ ഫൈനാൻഷ്യൽ അസറ്റ് ഫോർ ആൻ എൻറ്റിറ്റി or to exchange financial instruments with another entity under conditions that are potentially favorable. So examples എന്തൊക്കെയാണ്? ട്രേഡ് റിസീവബിൾസ് വരാം, ഓപ്ഷൻസ് വരാം, ഷെയർസ് വരാം. സോ ജസ്റ്റ് റിവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഐ ഫീൽ മോസ്റ്റ് ഓഫ് യു ഹാവ് കവേർഡ് ദീസ് ടോപ്പിക്സ് ഇൻ യുവർ നോർമൽ ക്ലാസ്സസ്. അപ്പോൾ ഡെഫിനേഷൻസ് ആൻഡ് ജസ്റ്റ് ക്വിക്കലി റിവേഴ്സ് ചെയ്ത് പോവാണ്. ദ സെയിം വേ ലയബിലിറ്റിയുടെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യുമ്പോൾ ഡെഫിനേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓപ്പോസിറ്റ് ഉള്ള സിറ്റുവേഷനാണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി. ദാറ്റ് ഈസ് റൈറ്റ് ടു റിസീവ് ക്യാഷിന് പകരം യു ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ക്യാഷ് ഓർ യു ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു ഡെലിവർ ഫൈനാൻഷ്യൽ അസറ്റ് ടു അനദർ പാർട്ടി. ആ ഒരു ഒബ്ലിഗേഷനാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. ടു എക്സ്ചേഞ്ച് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് അനദർ എൻറ്റിറ്റി അണ്ടർ കണ്ടീഷൻസ് ദാറ്റ് ആർ പൊട്ടൻഷ്യലി അൺഫേവറബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. So it can be a non-derivative contract for which entity is or may obliged to deliver the variable number of entities on equity instrument. അപ്പോൾ ആ തേർഡ് പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സംടൈംസ് വി ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു ഇഷ്യൂ ഷെയർസ്. ഓക്കെ, നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് ഒബ്ലിഗേഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഷെയർസ് നോർമലി നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരുന്ന സമയത്ത് കമ്പനി അത് എന്തായിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്? ഇഫ് യു ആർ ഇഷ്യൂയിങ് ഷെയർസ്, നോർമൽ സിറ്റുവേഷനിൽ അത് നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നത്? നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഷെയർ ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ എന്താ എൻട്രി? ക്രെഡിറ്റ് എന്തിലോട്ടാണ് പോകുന്നത്? ക്യാഷ് വരുന്നു. ഇഫ് യു ആർ റേസിങ് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ഇഷ്യൂ ചെയ്യുവാണ്. സോ ഡെബിറ്റ് ക്യാഷ് വരുന്നു. ക്രെഡിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? മോസ്റ്റ് സിറ്റുവേഷൻസിൽ ഇക്വിറ്റിയിലോട്ടാണ് പോകുന്നത്. ബട്ട് ലെറ്റ്സ് സേ നിങ്ങൾ സാധനം വാങ്ങുവാണ്, ഒരു ബിൽഡിങ്ങോ അല്ല നിങ്ങൾ വാങ്ങുവാണ്, അല്ലെങ്കിൽ യു ആർ പർച്ചേസിങ് എ പേറ്റൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് എക്സ്ചേഞ്ച് കൊടുക്കാൻ പോകുന്ന ഷെയർസ് ആണെന്ന് വെച്ചോ, എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ്. പക്ഷെ അവർ അവിടെ ഇപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞ് ഷെയർ തരാമെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ആ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർ അല്ല. ബിക്കോസ് സനാരിയോയിൽ എന്തായിരിക്കും? എന്താണോ പേറ്റൻറ്റിൻ്റെ വാല്യൂ, ആ വാല്യൂവിനനുസരിച്ചുള്ള ഷെയർ തരാനായിരിക്കും പറയുന്നത്. അങ്ങനെ വരുമ്പം അവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് ഒരു വേരിയബിൾ നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും. So if you have an obligation to issue variable number of shares, അപ്പോൾ ഈവൻ ദോ അത് ഷെയർ ഇഷ്യൂ ആണെങ്കിലും ആ കിട്ടിയ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടത്? വി ഷുഡ് അക്കൗണ്ട് ഇറ്റ് ആസ് എ ഫൈനാൻഷ്യൽ ലയബിലിറ്റി. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഷെയർന്ന് കേൾക്കുമ്പോൾ അത് ഒരിക്കലും ഇക്വിറ്റി ആവത്തില്ല. ഇഫ് യു ഹാവ് an obligation to issue variable number of shares, then it should be accounted as a financial liability. Is that clear everyone? So if you have an obligation to deliver variable number of companies on equity instrument, അത് എന്തായിട്ട് മാറും? ഫൈനാൻഷ്യൽ ലയബിലിറ്റി ആയിട്ട് മാറും. ഓൺ ദ അതർ ഹാൻഡ്, നിങ്ങൾക്ക് അത് കിട്ടാനുള്ള റൈറ്റ്സ് ആണ്. ഒരു കമ്പനിയുടെ നിന്ന് ഷെയർ നമുക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ, അതിപ്പോൾ വേരിയബിൾ ആണെങ്കിലും ഫിക്സഡ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള അതെന്താ? ഷെയർസ് നമ്മുടെ കയ്യിലോട്ട് വരുവാണ്. യു ആർ ദ ഹോൾഡർ ഓഫ് ദ ഷെയർ. സോ ഇറ്റ്സ് എ ഫൈനാൻഷ്യൽ അസറ്റ് ഫോർ us. അപ്പോൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റിയും ആണോ ഇക്വിറ്റി ആണോ എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. സെക്കൻഡ് പാർട്ടിയാണ് നമുക്ക് എപ്പോഴും കൺസേൺ. ഓക്കെ, കാരണം നമുക്ക് എപ്പോഴും അറിയുന്നൊരു നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന സാധനം ഈ സെക്കൻഡ് പാർട്ടിയുടെ കേസാണ്.
ബിക്കോസ് പുള്ളിക്കാരൻ ഒന്നെങ്കിൽ അത് ലയബിലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഇക്വിറ്റി ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും അതെന്ത് തന്നെ ഫൈനാൻഷ്യൽ അസറ്റാണ്. ഷെയർ ഇനിയും ഫിക്സഡ് ആയിട്ട് കിട്ടുവാണെങ്കിലും വേരിയബിൾ ആയിട്ടൊക്കെ കിട്ടുവാണെങ്കിലും ആ ഷെയർ ഹോൾഡറിന് അത് ഫിനാൻഷ്യൽ അസറ്റാണ്. ഈ കമ്പനിക്കാണ് പ്രശ്നം. ദ കമ്പനി ഹൂ ഈസ് ഇഷ്യൂയിങ് ഷെയർസ് ഏതർ ഹി ഷുഡ് അക്കൗണ്ട് ഇറ്റ് ആസ് ഇക്വിറ്റി ഓർ ലയബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു, ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, വി ഷുഡ് അക്കൗണ്ട് ഇറ്റ് ആസ് ഇക്വിറ്റി. But on the other hand, we have to exchange variable number of shares, then we have to account it as a financial liability. Is that clear everyone? അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു സെനാരിയോ ബേസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഡെഫിനേഷനിൽ നിന്ന് തന്നെ ഇക്വിറ്റി ആണോ ലയബിലിറ്റി ആണോ എന്ന് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. Is it clear everyone? ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഒബ്വിയസ്ലി വെൻ എവർ വി ഇഷ്യൂ ഷെയർസ് ഓർ വി പർച്ചേസ് ഷെയർസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ ഇൻവോൾവ്. നമ്മൾ ഷെയർ വാങ്ങുന്ന സമയത്താണെങ്കിലും വിൽക്കുന്ന സമയത്താണെങ്കിലും ട്രാൻസാക്ഷൻ കോസ്റ്റ് വരും അല്ലേ, അല്ലെങ്കിൽ ബോണ്ട് നിങ്ങൾ വാങ്ങുന്ന സമയത്താണെങ്കിലും വിൽക്കുന്ന സമയത്താണെങ്കിലും ട്രാൻസാക്ഷൻ കോസ്റ്റ് വരും. സോ ഹൗ വിൽ യു ട്രീറ്റ് ദിസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിലും ലയബിലിറ്റി ആണെങ്കിലും ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നുണ്ടാകും, പക്ഷേ അതിനെ അക്കൗണ്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കേസിൽ ഇഫ് യു ആർ ഫോളോയിങ് എ കോസ്റ്റ് മോഡൽ, അതിൻ്റെ കൂടെ വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ക്യാപിറ്റലൈസ് ഇറ്റ് വിത്ത് ദ വാല്യൂ ഓഫ് ദറ്റ് അസറ്റ്. അപ്പോൾ ഡയറക്ട്ലി റിലേറ്റഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയർ വാങ്ങുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റോ അല്ലെങ്കിൽ ഡെറ്റ് വാങ്ങുന്ന സമയത്ത് ബോണ്ട് വാങ്ങുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെൻ്റ് പാർട്ടായിട്ട് വി ക്യാൻ ക്യാപിറ്റലൈസ് ഇറ്റ് ഓൺ ദ ഇനിഷ്യൽ റെക്കഗ്നിഷൻ. ദ സെയിം വേ ലയബിലിറ്റി ആണെങ്കിലോ ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ട് ആയിരിക്കും ബുക്സിൽ നമ്മൾ കാണിക്കുന്നുണ്ടാവുക. സോ ഈസ് ഇറ്റ് ക്ലിയർ എവരിവൺ ഹൗ ടു ട്രീറ്റ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ്? സോ ഞാൻ ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഷെയർ ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ മാക്സിമം ഇത് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്ത് പോവുകയാണ് ബിക്കോസ് വി ഹാവ് ടു ഡു സം ക്വസ്റ്റ്യൻസ് ആസ് വെൽ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. Can you reply in the chat? ഇതൊക്കെയാണോ എല്ലാവർക്കും? How to deal the transaction cost? Okay. So transaction cost deal ചെയ്തതിനു ശേഷം subsequently we have to understand that there are 3 methods to account for financial asset. Okay, നമ്മൾ നോർമലി ഒരു PP അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റിനെയൊക്കെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ 2 മോഡലാണ് ഉള്ളത്, കോസ്റ്റ് മോഡലും റിവാലുവേഷൻ മോഡലും. കോസ്റ്റ് മോഡലും ഉണ്ട്, റിവാലുവേഷൻ മോഡലും ഉണ്ട്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫിനാൻഷ്യൽ അസറ്റ് നമുക്ക് ബേസിക്കലി 3 മോഡൽസ് ഉണ്ട്. അമോർട്ടൈസ് കോസ്റ്റ്, ദറ്റ് ഈസ് കോസ്റ്റ് മോഡൽ. FET OCI, നമ്മൾ മൂവ്മെൻറ്റ്സ് OCIയിലൂടെ കാണിക്കുന്നതിനാണ് FET OCI മോഡൽ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സിമിലർ ടു റിവാലുവേഷൻ മോഡൽ. ദെൻ FETPL. FETPL ഈസ് അവർ ഫെയർ വാല്യൂ മോഡൽ. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫെയർ വാല്യൂ മോഡൽ തന്നെയാണ് ഈ FETPL എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ട്രീറ്റ്മെൻറ്റ് ഈസ് സെയിം ഫോർ ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഫിനാൻഷ്യൽ ലയബിലിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് 2 മോഡൽസേ ഉള്ളൂ. അസറ്റിനാണ് ഈ 3 മോഡൽസ് ഉള്ളത്. ലയബിലിറ്റിയിൽ 2 മോഡൽസാണുള്ളത്. എന്തൊക്കെയാണ്? കോസ്റ്റ് മോഡലും FETPL. സോ ഞാൻ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് പോവാണ്. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ. അപ്പോൾ 3 മോഡലാണ് അസറ്റ്സിനുള്ളത്. അമോർട്ടൈസ് കോസ്റ്റ്, FET OCI, FETPL. സോ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ലയബിലിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് 2 മോഡലേ ഉള്ളൂ. അമോർട്ടൈസ് കോസ്റ്റ് മോഡലും ഉണ്ട്, FETPLും ഉണ്ട്. ക്ലിയർ ആണോ? ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരിവൺ? ഫൈൻ. ഇനി എന്തിൻ്റെ ബേസിലാണ് ഈ മോഡൽസ് ചൂസ് ചെയ്യുന്നത്? ലയബിലിറ്റിയിലാണെങ്കിലും അസറ്റ്സിലാണെങ്കിലും എന്തിൻ്റെ ബേസിലാണ് ഈ മോഡൽസ് ചൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ എസ്പെഷ്യലി ലോൺ നോട്ടിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സോ, നമുക്ക് 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് മെയിൻലി ഫിനാൻഷ്യൽ അസറ്റ്സിൽ വരുന്നുണ്ടാവുക അണ്ടർ IFRS 9. ഇറ്റ് വിൽ ബി ഏതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോലത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 2 രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് വരുന്നത് ക്വസ്റ്റിനകത്തിൽ. ഇറ്റ് വിൽ ബി ഏതർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്.
ഇതിൽ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നമുക്ക് ഔട്ട് ഓഫ് ദീസ് 3 മോഡൽസ്, ഇപ്പോൾ 3 മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ എന്തൊക്കെയാണ്? കോസ്റ്റ് മോഡൽ, ഫെയർ വാല്യൂ ത്രൂ OCI മോഡൽ, ഫെയർ വാല്യൂ ത്രൂ P&L. ഇതിൽ ഇക്വിറ്റീനെ നമുക്ക് കോസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഷെയർ വാങ്ങുന്ന സമയത്തുള്ള വാല്യൂ ആണോ ആ ഡേ ബൈ ഡേ ഷെയറിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമല്ലേ? അപ്പോൾ ഷെയർസിനെ നമ്മൾ കോസ്റ്റ് മോഡലിൽ അക്കൗണ്ട് ചെയ്യുന്നത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനമാണോ? Can you reply in the chat? ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഔട്ട് ഓഫ് ദിസ് 3 മോഡൽ കോസ്റ്റ് മോഡൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഠിക്കുമ്പോൾ പറ്റൂല. ബിക്കോസ് ഇക്വിറ്റിക്ക് എപ്പോഴും മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഷെയർ എന്ന് പറയുന്നത് ട്രേഡബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇറ്റ് ഡസ് ഹാവ് എ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ അതിൻ്റെ ട്രൂ നേച്ചർ ആൻഡ് പൊട്ടൻഷ്യൽ ക്യാഷ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഫെയർ വാല്യൂ മോഡലാണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ഉള്ളത്. ഫെയർ വാല്യൂ മോഡലായിരിക്കും, ഫെയർ വാല്യൂ ബേസ്ഡ് മോഡലാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഫോർ ഇക്വിറ്റി. അപ്പോൾ ഫെയർ വാല്യൂവിൽ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് 2 മോഡൽ ഇവിടെ ഉണ്ട്. ഫെയർ വാല്യൂ ത്രൂ OCI ഉണ്ട്, ഫെയർ വാല്യൂ ത്രൂ P&L ഉണ്ട്. അപ്പോൾ ഈ 2 മോഡൽ നമുക്ക് എവിടെ കൊടുക്കാം? ഫെയർ വാല്യൂ ത്രൂ OCI എന്നുള്ള മോഡലും അതേപോലെ തന്നെ ഫെയർ വാല്യൂ ത്രൂ P&L. ഈ 2 മോഡൽ നമുക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കൊടുക്കാം. അപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് അപ്ലൈ ആവുന്ന ഈ 2 മോഡൽസേ ഉള്ളൂ. നൗ ക്യാൻ യു ടെൽ മീ ഓൺ വാട്ട് ബേസിസ് വി ആർ ചൂസിങ് ദിസ് മോഡൽ? ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ത്രൂ OCI എടുക്കണോ P&L എടുക്കണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? വെരി സിമ്പിൾ. ഇഫ് യു ആർ കീപ്പിംഗ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലോങ് ടേം, നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിലേക്കാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നിങ്ങൾ ഇമീഡിയറ്റ്ലി അത് സെല് ചെയ്യുന്നൊന്നുമില്ല. വി ആർ കീപ്പിംഗ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ലോങ് ടൈം. ഒരു 10 to 15% ഒരു കമ്പനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്ട് ടൈമായിട്ട് ട്രേഡ് ചെയ്യാനല്ല ആ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തത് എന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് സെനാരിയോ നിങ്ങൾ ഏത് മോഡൽ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്? ബിക്കോസ് ഇമീഡിയറ്റ്ലി വി ആർ നോട്ട് ഗോയിങ് ടു റിയലൈസ് ദാറ്റ് ഗെയിൻ ഓർ ലോസ് അല്ലേ? ബിക്കോസ് വി ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ ദ ലോങ് ടൈം പീരീഡ്. അവിടെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഫെയർ വാല്യൂ ത്രൂ OCI മോഡൽ ചൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഏത് മോഡൽ ഫോളോ ചെയ്യണം? ഫെയർ വാല്യൂ ത്രൂ P&L. കാരണം ഇമീഡിയറ്റ്ലി ഗെയിൻ ഓർ ലോസ് വന്നു കഴിഞ്ഞാൽ അത് റിയലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ബിക്കോസ് വി ആർ ട്രേഡിങ് ഇറ്റ് ഇൻ ദ ഷോർട്ട് ടേം, സോ ദാറ്റ് ഗെയിൻ ഓർ ലോസ് ഷുഡ് ബി ഇമീഡിയറ്റ്ലി റെക്കഗ്നൈസ്ഡ്. Can you reply in the chat? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യാം മക്കളെ. ദിസ് പാർട്ട് ഇസ് ക്ലിയർ എവരി വൺ. അപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് 2 മോഡലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, ഫെയർ വാല്യൂ ത്രൂ OCIയും ഫെയർ വാല്യൂ ത്രൂ P&Lഉം. അപ്പോൾ ഈ 2 മോഡലും ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫൈൻ. ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 3 മോഡലും ഉണ്ട്. കോസ്റ്റ് മോഡലുണ്ട് വിച്ച് ഈസ് നോൺ ആസ് അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ, and these 2 models are there, FET OCI and FET PL. Perfect. So but we have to understand that amortized cost model എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് സിറ്റുവേഷനിലാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ആസ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് സ്ലൈഡ്, അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലോൺ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്താണ്? ഒരു ലോണിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് കിട്ടുന്ന റിട്ടേൺ എന്താ? പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും അല്ലേ? അപ്പോൾ ഒരു ലോൺ നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോണിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ FD പോലെ നിങ്ങൾ എന്തെങ്കിലും പൈസ ഇടുന്നു, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും മാത്രമാണ്. റൈറ്റ്. ആർ യു ഗോയിങ് ടു ട്രേഡ് വിത്ത് ഇറ്റ്? നോ. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ, സോ ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അവിടെ സോൾലി നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും മാത്രമാണ്. വി ആർ നോട്ട് ഗോയിങ് ടു സെൽ ഇറ്റ് ഓഫ്. അതിൻ്റെ ടേംസ് കാണും, 5 വർഷം 10 വർഷം എന്നൊരു ടേം കാണും. ആ ടേം പീരീഡ് മുഴുവൻ തന്നെ നമ്മൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും മാത്രമേ അതിൽ നിന്ന് കളക്ട് ചെയ്യത്തുള്ളൂ. വി ആർ നോട്ട് ഗോയിങ് ടു സെൽ ഇറ്റ്. വി ഡോണ്ട് ഹാവ് എനി ഇൻറ്റൻഷൻ ടു സെൽ ഇറ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് മാർക്കറ്റബിൾ. വി ആർ നോട്ട് പ്ലാനിങ് ടു സെൽ ഇറ്റ് എന്നാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം മക്കളെ? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ എപ്പോഴാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? ബട്ട് ഇതേ ലോൺ നോട്ട് തന്നെ ഇഫ് എൻറ്റിറ്റി മേ സെൽ ദിസ്
entity may sell this investment if the possibility of buying another investment with higher return. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഒരു സ്കീമിൽ കൊണ്ടുവന്ന് ലോണിൽ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്ക് തോന്നിയൊരു ബെറ്റർ റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ ഞാൻ വേറെ ഇത് വിറ്റിട്ട് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനൊരു പോസിബിലിറ്റിനെ പറ്റി ക്വസ്റ്റിനകത്ത് പറയുവാണെങ്കിൽ there it indicates that ഒരു ഹയർ ബെനിഫിറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഈ ലോൺ നോട്ട് സെല്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ ദാറ്റ് സെനാരിയോ വി ഹാവ് ടു ചൂസ് FET OCA മോഡൽ. അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മൾ മസ്റ്റായിട്ട് ഏത് ചൂസ് ചെയ്യണം? FET OCA മോഡൽ ചൂസ് ചെയ്യണം. ക്ലിയർ ആണോ? ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരി വൺ. അപ്പോൾ FET OCA മോഡൽ ചൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ്, ഒരു പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്കവിടെ FET OCA മോഡൽ ചൂസ് ചെയ്യാം. ബട്ട് എപ്പോഴും എക്സാമിന് നമ്മൾ ചിലപ്പോൾ ട്രിക്കായിട്ട് കൊണ്ടുവരാമെന്നൊരു നമ്മൾ ട്രിക്കി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൊണ്ടുവരാം. കമ്പനി ഈസ് സെല്ലിങ് ദാറ്റ് ബോണ്ട് ഓർ കമ്പനി ഈസ് സെല്ലിങ് ദ ലോൺ നോട്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് സെല്ല് ചെയ്യുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി കാരണം കമ്പനി സെല്ല് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇൻ ദാറ്റ് സെനാരിയോ ഡു വി നീഡ് ടു ഡീവിയേറ്റ് ഫ്രം അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ മാറ്റി FET OCA ആക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, കമ്പനി ലോങ് ടേമിൽ എന്ന് പറഞ്ഞിട്ട് ലോൺ നോട്ട് വാങ്ങി ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് അത് വിൽക്കേണ്ടി വന്നു ബിക്കോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി. അങ്ങനെയാണെങ്കിൽ ക്യാൻ കമ്പനി കണ്ടിന്യൂ ടു യൂസ് അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ? അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഓർ ദേ ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു FET OCA മോഡൽ? വാട്ട് ഡു യു തിങ്ക്? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യാം മക്കളെ. ഒരു കമ്പനിക്ക് ഒരു ലോൺ നോട്ട് ഉണ്ട്, ആ ലോൺ നോട്ട് അവർക്ക് വാങ്ങിച്ചപ്പോൾ അവർ അമോർട്ടൈസ് കോസ്റ്റ് മോഡലാണ് ട്രീറ്റ് ചെയ്തത്. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവരത് വിൽക്കാൻ തീരുമാനിച്ചു ബിക്കോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി. അവിടെ FET OCA മോഡൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്, ദ കമ്പനി ഈസ് കളക്ടിങ് ദ ക്യാഷ് ഫ്ലോ ആസ് വെൽ ആസ് കമ്പനി ഈസ് പ്ലാനിങ് ടു സെൽ ദ അസെറ്റ്. ബട്ട് ദർ ഇസ് വൺ തിങ് യു ഹാവ് ടു ബി അണ്ടർസ്റ്റുഡ്. കമ്പനി വിൽ ഓൺലി സെൽ ഇറ്റ് ഇഫ് ദേ ആർ ഗെറ്റിംഗ് എ ചാൻസ് ഓഫ് ഹയർ റിട്ടേൺ. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് FET OCA മോഡൽ വരത്തുള്ളൂ. Is that clear everyone? The final part is FETPL, that is asset is held for trading. That is ഇവിടെയും ആ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ ലോങ് ടൈമിലേക്കല്ല വെക്കുന്നത്, ഷോർട്ട് ടൈമിലേക്ക് ട്രേഡ് ചെയ്യാനോ വെക്കുന്നതെങ്കിൽ ദെൻ വി ക്യാൻ ചൂസ് FETPL മെത്തേഡ്. അപ്പോൾ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സിലും അതേപോലെ തന്നെ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലും മോഡൽസ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ഈ ഒരു നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. IFRS 9 നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളജാണ്. ഈ മോഡൽസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ മോഡൽസിൻ്റെ ആ ഒരു സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് പാർട്ട് ഷുഡ് ബി വെരി ക്ലിയർ ഫോർ യു. അപ്പോൾ അത് കാണാതെ പഠിക്കില്ല, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഈ ഷെയർ ആണ്, ഫെയർ വാല്യൂവിൽ കാണിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പ്രസൻറ്റേഷൻ നമുക്ക് യൂസേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ബെറ്റർ യൂസ് ഫെയർ വാല്യൂ മോഡൽ. അതിൽ തന്നെ നമുക്ക് 2 മോഡൽ ഉണ്ടായിരുന്നു, OCA മോഡലും ഉണ്ട്, P&L മോഡലും ഉണ്ട്. സോ OCA മോഡൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ലോങ് ടേമിലേക്ക് കീപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലാണ് OCA മോഡൽ ചൂസ് ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ P&L മെത്തേഡ് ചൂസ് ചെയ്യാം. ബിക്കോസ് വി ഹാവ് ടു റെക്കഗ്നൈസ് ദാറ്റ് ഗെയിൻ ഓർ ലോസ് ഇമീഡിയറ്റ്ലി ഇൻ അവർ ബുക്സ്. ഇനി ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അമോർട്ടൈസ് കോസ്റ്റ് മോഡലുണ്ട്, FET OCA മോഡലുണ്ട്, P&L മെത്തേഡ് ഉണ്ട്. അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ എപ്പോഴാണ് എടുക്കുന്നത്? കമ്പനി ഈസ് നോട്ട് പ്ലാനിങ് ടു സെൽ ഇറ്റ്. ഫെയർ വാല്യൂ ത്രൂ OCA എപ്പോഴാണ് എടുക്കുന്നത്? ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബട്ട് ദർ ഈസ് സം പോസിബിലിറ്റി, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും വി മേ സെൽ ഫോർ ബെറ്റർ റിട്ടേൺസ്. ഇങ്ങനെ സിറ്റുവേഷൻ വരുവാണ്. ദെൻ ഫെയർ വാല്യൂ ത്രൂ P&L വരുമ്പോഴോ ഷോർട്ട് ടേം ട്രേഡിംഗ് തന്നെ വീണ്ടും. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ മക്കളെ? Can you reply in the chat? Fine. സോ നമ്മൾ ഐ തിങ്ക് FRലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റിൻ്റെ അമോർട്ടൈസ് മോഡൽ വരുന്നത്? ഓപ്പണിംഗ് ഫിനാൻഷ്യൽ അസറ്റ് പ്ലസ് എഫക്റ്റീവ് റേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം, പ്ലസ് കൂപ്പൺ. ഫൈനലി യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ്
ഫൈനാൻഷ്യൽ അസറ്റ്. Is it clear everyone? അപ്പോൾ ഓപ്പണിങ് ഫിനാൻഷ്യൽ അസറ്റ് പ്ലസ് എഫക്റ്റീവ് റേറ്റ് ലെസ് കൂപ്പൺ ക്ലോസിങ് ഫിനാൻഷ്യൽ അസറ്റ് വരും. സോ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഷോൺ സംതിങ് ഇൻ ദ പി ആൻഡ് എൽ. SOPL വരേണ്ട കാര്യമാണ്. ദാറ്റ് ഇൻകം ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ പി ആൻഡ് എൽ. ഇത് ക്യാഷ് ഫ്ലോയിലോട്ട് പോകുന്നൊരു കാര്യമാണ്. ബിക്കോസ് ദ എമൗണ്ട് ദാറ്റ് വി റിസീവ്, ദ ക്ലോസിംഗ് ബാലൻസ് ഷുഡ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. Is that clear everyone? So this is amortized cost model. ഇത് തന്നെ ആ ക്ലോസിംഗ് ഫിനാൻഷ്യൽ അസറ്റിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്തിലോട്ട് റീമെഷർ ചെയ്യും? അതിൻ്റെ ഫെയർ വാല്യൂയിലേക്ക് നമ്മൾ റീമെഷർ ചെയ്യും. ദെൻ ദാറ്റ് ഗെയിൻ ഓർ ലോസ് വിൽ ബി റെക്കോർഡ് ഇൻ OCI. അതാണ് FET OCI മോഡലിൻ്റെ മോഡൽ. അപ്പോൾ FET OCI മോഡലും നമ്മുടെ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ എന്നുള്ള ആകെ ഇത്രേ വ്യത്യാസമുള്ളൂ. നമ്മളിപ്പം അസറ്റിലൊക്കെ റിവാലുവേഷൻ ചെയ്യുന്ന പോലെ തന്നെ ആ ക്യാരിങ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിനെ റീമെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ വരുന്നുള്ളൂ അഡീഷണലി എവിടെ FET OCI മോഡലിൽ വരുമ്പോൾ. ഇസ് ദാറ്റ് ക്ലിയർ? ബട്ട് അടുത്ത വർഷം ഇയർ 1 നിന്ന് ഇയർ 2 നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ മോഡൽ ഫോളോ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, എഗെയിൻ ഈ ക്ലോസിംഗ് വാല്യൂ വേണം, പ്രീവിയസ് ഇയറിൻ്റെ ക്ലോസിംഗ് വാല്യൂ വേണം നമ്മൾ എന്തായിട്ട് എടുക്കാൻ, അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ആയിട്ട് എടുക്കാൻ. ഈ ക്ലോസിംഗ് ഫെയർ വാല്യൂ അല്ല എടുക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ ക്യാരിങ് വാല്യൂ തന്നെ വേണം. ഈവൻ ദോ FET OCI മോഡലാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് വാല്യൂ ആയിട്ട് എടുക്കാൻ. ഇറ്റ്സ് ക്ലിയർ വൺ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അല്ലാതെ മോഡൽസിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അമോർട്ടൈസ് കോസ്റ്റ് മോഡലിൽ അതേപോലെ തന്നെ ഫെയർ വാല്യൂ ത്രൂ OCIയിലും ഇതാണ് ആകെ വരുന്ന ഡിഫറൻസ്. സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന അവരെന്ത് ഈ ഫെയർ വാല്യൂ എടുത്ത എമൗണ്ട് അടുത്ത വർഷം ഓപ്പണിംഗ് ഇടും, അത് എടുത്താൽ കറക്റ്റ്ലി നമുക്ക് അൺവൈൻഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ക്വസ്റ്റിനകത്ത് 2 റേറ്റ് കാണും, കൂപ്പൺ റേറ്റും കാണും, എഫക്റ്റീവ് റേറ്റും കാണും. എന്താണ് ഈ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്? ദാറ്റ്സ് എ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ നമ്മളൊരു ലോൺ നോട്ടോ എല്ലാം ഒരു കമ്പനിക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് മാത്രമല്ലായിരിക്കും അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള റിട്ടേൺ ഇൻട്രസ്റ്റ് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ യു മേ ഗെറ്റ് സം പ്രീമിയം അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ. അപ്പോൾ ആ പ്രീമിയത്തിൻ്റെയും ഡിസ്കൗണ്ട് കിട്ടുന്നതിൻ്റെയും ഒക്കെ ടോട്ടൽ റിട്ടേൺ എടുത്തിട്ടുള്ള എഫക്റ്റീവ് റേറ്റ് ആണ് ഈ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഷുഡ് ബി ഷോൺ ആസ് യുവർ P&L ഇൻകം. കൂപ്പൺ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമാണ്, അതല്ല നമ്മുടെ ശരിക്കുള്ള എഫക്റ്റീവ് റേറ്റ്. ദ എഫക്റ്റീവ് ഇൻകം വിൽ ബി മച്ച് മോർ ദാൻ ദ കൂപ്പൺ. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ട് വേണം നിങ്ങളുടെ ഇൻകമായിട്ട് എവിടെ പോകാൻ, P&L പോകാൻ. ദാറ്റ്സ് ദ റീസൺ വി ആർ ചാർജിങ് ഇൻട്രസ്റ്റ് ടു P&L ഓൺ ദ എഫക്റ്റീവ് റേറ്റ് ബേസിസ്. ഇത് ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ IFRS 9 നമ്മളിതൊക്കെ FRലും പഠിച്ചൊരു ഏരിയ ആണ്. ബട്ട് അഡീഷണലി ഇൻ SBR നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് ഇമ്പയർമെൻ്റ് ആണ്, ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ SBR. കാരണം നമ്മളിപ്പോൾ എല്ലാ സിറ്റിങ്സിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ചോദിക്കുന്ന സമയത്ത് അവർ ടെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ ആണ്. ഇപ്പോൾ ഡിസംബർ നമ്മൾ ആ റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും, എക്സാം റിപ്പോർട്ടിലും ഇതിനെ പറ്റിയിട്ടുണ്ട്. ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്. സോ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്? ആദ്യം തന്നെ നമ്മൾ ഒരു ഇമ്പയർമെൻറ്റ് റെക്കഗ്നൈസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ട്രേഡ് റിസീവബിൾസിനെ പറ്റി ഓർക്കുക, നിങ്ങളുടെ നോർമൽ ട്രേഡ് റിസീവബിൾസിനെ പറ്റി ഓർക്കുക. സോ ബാക്ക് ഇൻ ഓൾഡ് സ്കൂൾ ഡേയ്സ് റിസീവബിൾസിന് നമ്മൾ എങ്ങനെയായിരുന്നു ഒരു ഇമ്പയർമെൻറ്റ് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്? അല്ലെങ്കിൽ റിസീവബിൾസിൻ്റെ വാല്യൂ കുറയുന്നു, അല്ലെങ്കിൽ റിസീവബിൾസ് നമുക്ക് കിട്ടത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു അതിനെ അക്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഇമ്പയർമെൻറ്റ് അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസീവബിൾ എമൗണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു ഇമ്പയർമെൻ്റ് ആണ്, ആ ഫിനാൻഷ്യൽ അസറ്റിന് പറ്റുന്നൊരു ഇമ്പയർമെൻ്റ് ആണ്. പക്ഷെ അവിടെ നമ്മൾ IFRS 9 ഒന്നും അല്ല അപ്ലൈ ചെയ്തത്. സോ നോർമലി ഫോർ ട്രേഡ് റിസീവബിൾസ് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു റൂൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു അലവൻസ് ക്രിയേറ്റ് ചെയ്യും. വിൽ ക്രിയേറ്റ് ആൻ അലവൻസ് ഫോർ റിസീവബിൾ, റൈറ്റ്? ദെൻ ഒരു സെക്കൻഡ് ലെവലിലോട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്?
അലവൻസൊന്നും നമുക്ക് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലാണ് നമ്മൾ വെക്കുന്നത്. കറക്റ്റായിട്ടും അത് ഇറിക്വയറബിൾ ഡെറ്റ് ആവുന്ന എപ്പോഴാണ്? ഒരു സെക്കൻഡ് ലെവലിലാണ്. സോ ഇറിക്വയറബിൾ ഡെറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് അത് ഇമ്പയർ ആയി, ആ പൈസ എനിക്ക് കിട്ടത്തില്ല എന്നുള്ള സിറ്റുവേഷനാണ് അല്ലേ. സോ ഇൻ ദ സെയിം വേ ആണ് ഫിനാൻഷ്യൽ അസറ്റിൽ നമ്മൾ ഇമ്പയർമെൻറ്റ് അക്കൗണ്ട് ചെയ്യേണ്ടത്. ദേ ആർ 2 ലെവൽസ്, ആക്ച്വലി ദേ ആർ 3 ലെവൽസ് ആക്ച്വലി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അലവൻസ് റെക്കോർഡ് ചെയ്യണം, പിന്നെ നമ്മൾ ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞ സിനാരിയോയിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ IAS 36 അല്ല ഫിനാൻഷ്യൽ അസറ്റ്സിന് ഇമ്പയർമെൻറ്റ് വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. വി ഹാവ് ടു ഫോളോ ദിസ് 2 ലെവൽസ്. അപ്പോൾ ആദ്യം തന്നെ ഫിനാൻഷ്യൽ അസറ്റ്സിന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഫിനാൻഷ്യൽ അസറ്റ്സിൽ എല്ലാ ഫിനാൻഷ്യൽ അസറ്റ്സിനും എന്ത് വരത്തില്ല? ഇമ്പയർമെൻറ്റ് വരത്തില്ല. എവറി ഫിനാൻഷ്യൽ അസറ്റ് വിൽ നോട്ട് ഗെറ്റ് ഇമ്പയർഡ്. ഫിനാൻഷ്യൽ അസറ്റ്സിന് ഇക്വിറ്റി ഉണ്ട്, ഫിനാൻഷ്യൽ അസറ്റ്സിന് എന്തുകൊണ്ട്? ഡെറ്റും ഉണ്ട്. അതിൽ ഏതിന് മാത്രമേ റിസ്ക് ഉള്ളൂ? റിസ്ക് ഓഫ് ഇമ്പയർമെൻറ്റ് എന്തിന് മാത്രമേ ഉള്ളൂ? നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഏതിന് മാത്രമാണ്? പറയാം, ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഡെറ്റ്സിന് മാത്രമേ നമ്മൾ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇക്വിറ്റി ഓൾറെഡി ഫെയർ വാല്യൂ മോഡലാണ്. നമ്മളപ്പം അവിടെ ആ ഫെയർ വാല്യൂ ഇസ് ഗെറ്റിംഗ് റീമെഷേർഡ്, വെദർ ദ ഗെയിൻ ഓർ ലോസ് അതനുസരിച്ചിട്ട് ഫെയർ വാല്യൂ റീമെഷർ ചെയ്ത് പോകുന്നുണ്ട്. ഡെറ്റിൻ്റെ കേസിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി ഹാവ് ടു ചെക്ക് ദിസ് ഇമ്പയർമെൻറ്റ് പാർട്ട്. ഇപ്പോൾ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ലോൺ തന്നു ആൻഡ് ദേ ആർ എക്സ്പെക്ടിങ് റിട്ടേൺസ് ഫ്രം യു. നിങ്ങൾ EMI പ്രോപ്പറായിട്ട് അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക്രറ്റ് ആയിപ്പോയി. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചുള്ള ആ ഫിനാൻഷ്യൽ അസറ്റ് എന്താണ് അവിടെ? ഇമ്പയർഡ് ആവുകയാണ്. അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്യാഷ് ഫ്ലോസ് കാണും. ആ ക്യാഷ് ഫ്ലോ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അല്ല റിയാലിറ്റിയിൽ വരുന്നെങ്കിൽ ആ ഡിഫറൻസിനാണ് നമ്മളിവിടെ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ നമ്മൾ ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ടിപ്പിക്കലി ഇറ്റ് ഷുഡ് ബി ഇമ്പയർമെൻറ്റ് ഓഫ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇക്വിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഏതൊക്കെ മോഡലിൽ മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ? അമോർട്ടൈസ് കോസ്റ്റ് മോഡലിലും അതേപോലെ തന്നെ FET OCIയിലും മാത്രമേ നമ്മൾ അപ്ലിക്കബിൾ ആക്കത്തുള്ളൂ. ഇറ്റ് ഈസ് ഓൺലി അപ്ലൈഡ് ഇൻ ദീസ് 2 സിനാരിയോസ്, ഇൻ അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ ആൻഡ് FET OCI മോഡൽ. ബിക്കോസ് FET PL അവിടെ അത് അപ്പോൾ തന്നെ എവിടെ റിപ്പോർട്ട് ആവുന്നുണ്ട്? P&L റിപ്പോർട്ട് ആവുന്നുണ്ട്. ഗെയിൻ ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ആവുന്നുണ്ട്. സോ ഇതേ സെയിം റീസണാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി IAS 40 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിലും ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യാത്തത്. കാരണം ഫെയർ വാല്യൂ മോഡൽ ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അഡീഷണലി പോയി ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതും കൂടുന്നു, അപ്പോൾ തന്നെ P&L ബുക്കായി പോകുന്നുണ്ട്, എക്സ്പെൻസ് ആണെങ്കിലും ഗെയിൻ ആണെങ്കിലും, റൈറ്റ്? സോ ഇൻ ദ സെയിം വേ ഇമ്പയർമെൻറ്റ് ഓഫ് ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാ മോഡലിലും അപ്ലൈ ആവത്തില്ല. ഓൺലി ഇറ്റ്സ് അപ്ലൈസ് ടു അമോർട്ടൈസ് കോസ്റ്റ് മോഡൽ ആൻഡ് FET OCI മോഡൽ. ഈസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ഓക്കെ. സോ ഇവിടെ നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ അലവൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു ലോൺ നോട്ട് എടുക്കുന്ന സമയത്ത് അതൊരു 3 വർഷത്തെ ലോൺ നോട്ടൊക്കെ ആയിരിക്കും, ഇയർ 1 ഇയർ 2. അപ്പോൾ ഒരു 3 വർഷത്തേക്കാണ് നിങ്ങൾ ലോണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചോ, 3 ഇയർ ലോൺ നോട്ടാണെന്ന് വെച്ചോ നിങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ 3 ഇയർ ലോൺ നോട്ടിന് നമ്മൾ ആദ്യം തന്നെ അലവൻസ് ക്രിയേറ്റ് ചെയ്യണം. അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഇറ്റ് സെൽഫ് വി ഹാവ് ടു ക്രിയേറ്റ് ആൻ അലവൻസ്. ബിക്കോസ് ഒരു നോർമൽ കമ്പനിയുടെ ലോൺ നോട്ടിൽ ഭയങ്കര റിസ്ക് ഇൻവോൾവ് ആണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇപ്പം റിസ്ക് ഫ്രീ ആയിട്ട് ഒരു ഗവൺമെൻറ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണെങ്കിൽ വി നോ ദാറ്റ് അവിടെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? വിൽ നോട്ട് ഗെറ്റ് എ ഹയർ റിട്ടേൺ. വളരെ നോർമൽ റിട്ടേൺ നമുക്കവിടെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് റിസ്ക് ഫ്രീ റിട്ടേൺസ് എന്നും പറയാം. പക്ഷേ ഒരു കമ്പനിയുടെ ബോണ്ടിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ ഹയർ റിട്ടേൺ, അല്ലേ? വി നോ ദാറ്റ് ദേ ആർ ഗെറ്റിംഗ് എ ഹയർ റിട്ടേൺ. അപ്പോൾ ഹയർ റിട്ടേൺ കിട്ടുന്ന സമയത്ത് തന്നെ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് if you are getting higher return, there is higher risk involved as well. So that's the reason at the initial recognition itself, ഡെറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? വിൽ ക്രിയേറ്റ് ആൻ അലവൻസ്. പക്ഷേ ഞാൻ അലവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് മാത്രമായിരിക്കും? ഫസ്റ്റ് അലവൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് 12 മന്ത്സിൽ ആ ലോണിൻ്റെ ഫസ്റ്റ് 12 മന്ത്സിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോസ് എന്താണോ ആ ക്രെഡിറ്റ് ലോസിന് മാത്രം നമ്മൾ അലവൻസ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? സോ അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അത് ഓൾറെഡി എമൗണ്ട് തന്നിട്ടുണ്ടായിരിക്കും. വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഇഫ് ദ റിസ്ക് ഈസ് ലോ വി ഹാവ് ടു റെക്കഗ്നൈസ് എ ലോസ് ഓൺലി ഫോർ
12 months എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഇസ് എ ക്ലിയർ? അപ്പോൾ ആ ലെവൽ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ലെവൽ 1. ഇതാണ് നമ്മുടെ ലെവൽ 1 ഓഫ് റെക്കഗ്നീഷൻ ദ അലവൻസ്. ഇനി സബ്സിക്വൻ്റ്ലി നമ്മൾ അടുത്ത വർഷം അപ്പോൾ ഇനിഷ്യൽ റെക്കഗ്നീഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സെക്കൻഡ് ഇയർ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയർ 1 എൻഡൊക്കെ എത്തുന്ന സമയത്ത് ഇഫ് യു ഫീൽ ലൈക്ക് ദ റിസ്ക് ഈസ് ഇൻക്രീസിങ് സിഗ്നിഫിക്കൻ്റ്ലി, പണ്ടത്തേക്കാളും റിസ്ക് സിഗ്നിഫിക്കൻ്റ്ലി കൂടുവാണ് എന്ന് നമുക്ക് തോന്നുകയെന്ന് വെച്ചോ. സോ സിഗ്നിഫിക്കൻ്റ്ലി റിസ്ക് കൂടുന്നുണ്ടെങ്കിൽ ഇൻ ദാറ്റ് സെനാരിയോ ഈ 12 months എക്സ്പെക്റ്റഡ് ലോസ് മാത്രം വെച്ചാൽ പോരാ. ഇപ്പോൾ 3 വർഷത്തെ ബോണ്ട് ആണെങ്കിൽ ഇയർ 1ലും 2ലും 3ലും സോ ഓവർ ദ ലൈഫ് ടൈം നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് ലോസ് അലവൻസ് അതിന് മൊത്തത്തിൽ നമ്മൾ എന്ത് വെക്കണം? വി ഹാവ് ടു ക്രിയേറ്റ് ആൻ അലവൻസ്. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് അലവൻസ് ദെയർ. ക്യാൻ യു റിപ്ലൈ ഇൻ ദി ചാറ്റ്? ഇതൊക്കെയാണ് മക്കളെ. അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈവൻ ലാസ്റ്റ് ഡിസംബറിലും മാർച്ചിലും ഒക്കെ ചോദിച്ചൊരു ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ ലെവൽ 1 ലെവൽ 2 വെച്ചിട്ട് വേണം അലവൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ബിക്കോസ് റിസീബിൾസിൻ്റെ കേസിൽ റിസീബിൾസ് ഷോർട്ട് ടേം ആയിരുന്നു, അവിടെ 12 months ലൈഫ് ടൈമും ഒന്നുമില്ല. അതുകൊണ്ടാണ് നോർമൽ റിസീബിൾസിൻ്റെ കേസ് നമ്മൾ ജസ്റ്റ് ഒരു അലവൻസ് മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. പക്ഷേ ഡെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 വരും. ലെവൽ 3 വരുന്ന സിനാരിയോയിൽ so there is a point where we understood that particular customer gone bankrupt. ഇനിയും അതിൽ നിന്നൊരു പൈസ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇനി പലിശ ഒന്നും കിട്ടത്തില്ല, ആകെ ചിലപ്പോൾ ലോൺ മുതലിൻ്റെ ഒരു പകുതി വല്ലതും നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനൊരു സിനാരിയോയിലൂടെ എത്തിയെന്ന് വെച്ചോ. അവിടെയാണ് നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യത്തുള്ളൂ? വിൽ റെക്കഗ്നൈസ് ഇമ്പയർമെൻറ്റ്. അപ്പോൾ ഇമ്പയർമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗൈസ് ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ 3 levels. ഫസ്റ്റ് 12 months എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് അലവൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ദാറ്റ് വിൽ ഗെറ്റ് റിവൈസ് ടു ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് ഇഫ് ദ റിസ്കസ് ആർ ഇൻക്രീസിങ് സിഗ്നിഫിക്കൻ്റ്ലി. ഇനി ഫൈനലി കസ്റ്റമർ ബാങ്ക്രപ്റ്റ് ആയി എന്നുള്ള സിറ്റുവേഷനിലൊക്കെ എത്തുമ്പോൾ വി ഹാവ് ടു റെക്കഗ്നൈസ് ദ ഇമ്പയർമെൻറ്റ്. അപ്പോൾ ആ 3 ലെവലിൽ വേണം നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യാൻ? അലവൻസ് റെക്കഗ്നൈസ് ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റ് അക്കൗണ്ട് ചെയ്ത് പോകാൻ. ഓക്കെ, സോ ടുഡേ വി ഹാവ് ആക്ച്വലി റിവൈസ്ഡ് ഓൾമോസ്റ്റ് 3 standards, 38, IFRS 8 ആൻഡ് ഫിനാൻസ് ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഇത് 3ഉം റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഡിസംബറിലും മാർച്ചിലും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈവൻ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ഞാൻ ചെയ്യിപ്പിച്ച IFRS 8 ആണ്. ആ നോളജ് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. എന്താണ് സെഗ്മെൻറ്റ്, റിപ്പോർട്ടബിൾ ആവുന്ന എപ്പോഴാണ്, അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ആ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കുക. ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് തന്നെ ഇമ്പയർമെൻറ്റിൻ്റെ ആ ഒരു ഇതിൻ്റെ എല്ലാം നോളജ് പാർട്ട് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. ആപ്ലിക്കേഷൻ ഈസ് ദെൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ സനാരിയോ. സനാരിയോ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ യു ഷുഡ് ബി അറ്റ്ലീസ്റ്റ് കോൺഫിഡൻറ്റ് അബൌട്ട് ദ നോളജ് പാർട്ട്. ഇത് ക്ലിയർ ആണോ മക്കളെ? സോ ഫിനാൻസ് ഇൻസ്ട്രുമെൻറ്റും അതേപോലെ തന്നെ IFRS 8 ഒരു പോർഷനും ക്ലിയർ ആണ്. അപ്പോൾ IFRS 9 എക്സാമിനർ റിപ്പോർട്ടിൽ വന്നൊരു കാര്യമാണിത്. IFRS 9 ഇസ് എ കോഴ്സ് SBI ടോപ്പിക് ഏരിയ. സോ ഡെസ്പൈറ്റ് ദിസ് കാൻഡിഡേറ്റ്സ് പെർഫോമൻസ് ഓൺ ദിസ് റിക്വയർമെൻറ്റ് വാസ് വെരി വീക്ക്. കാരണം അപ്പോൾ IFRS 9 എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും സ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസ് ആർ നോട്ട് എഫിഷ്യൻ്റ് എന്നാണ് എക്സാമിനർ റിപ്പോർട്ട്സിൽ പറയുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ ഗുഡ് നോളജ് ഓൺ ദിസ്. The requirement was often not attended, but very little was returned. So those who attend part A often gave answer technically incorrect and far too short to achieve a good marks. So those who did attempt questions often omitted the journal entries as well. So it can be assumed that candidate did not know what journal entry to give. അപ്പോൾ അലവൻസിൻ്റെ എൻട്രി ആണെങ്കിലും എല്ലാം പ്രോപ്പർലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അലവൻസിൻ്റെ എൻട്രി? അലവൻസിൻ്റെ എൻട്രി എന്താ മക്കളെ? ഡെബിറ്റ് അലവൻസ്. ഓക്കെ, അതിന് ചാർജ് പോകേണ്ടത് P&Lലേക്കാണ്. ഓക്കെ, ആൻഡ് വിൽ ക്രെഡിറ്റ് അലവൻസ് ആസ് വെൽ. അലവൻസിൻ്റെ ലയബിലിറ്റി പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇമ്പയർമെൻറ്റ് വരുന്ന സിറ്റുവേഷൻസിലോ, ഇമ്പയർമെൻറ്റ് വരുമ്പോൾ നമ്മൾ ഈ വെച്ച അലവൻസ് കളയണം. ഓക്കെ, അലവൻസ് ഇറ്റ്സ് ലൈക്ക് എ പ്രൊവിഷൻ ആൻഡ് വിൽ ഡയറക്ട്ലി റിമൂവ് ദാറ്റ് അസറ്റിൻ്റെ വാല്യൂ അവിടുന്ന് കുറയ്ക്കണം. സോ ക്രെഡിറ്റ് ഫിനാൻഷ്യൽ അസറ്റ് വരും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പയർമെൻറ്റ് വന്നെങ്കിൽ ആ എമൗണ്ട് മാത്രം P&Lലോട് ചാർജ് ചെയ്താൽ മതി.
സോ ദിസ് ആർ ദ എൻട്രീസ്. അപ്പോൾ നോർമലി വരുന്ന അലവൻസിൻ്റെ എൻട്രി ഇതാണ്. ഇനിഷ്യലി അതിപ്പോൾ 12 months ആണെങ്കിലും ലൈഫ് ടൈം ആണെങ്കിലും വരുന്ന എൻട്രി ഇതായിരിക്കും. ആ മൂവ്മെൻറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ P&L ആൻഡ് വിൽ ക്രിയേറ്റ് ആൻ അലവൻസ് ലൈക്ക് എ ലയബിലിറ്റി. ഇനിയും അസറ്റ് സബ്സിക്വൻ്റ്ലി ഇമ്പയർഡ് ആയി തോന്നുന്ന സമയത്ത് നമ്മൾ വെച്ച അലവൻസ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് കളയുക. ആൻഡ് ഇനി അഡീഷണൽ ഇമ്പയർമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് P&L ചാർജ് ചെയ്യുക. ആൻഡ് വി ഷുഡ് ക്രെഡിറ്റ് ദിസ് എമൗണ്ട് ഫ്രം ഫിനാൻഷ്യൽ അസറ്റ്. ഓൺലി വെൻ ദ അസറ്റ് ഈസ് ക്രെഡിറ്റ് ഇമ്പയർഡ്, ആ സമയത്ത് മാത്രമേ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് അത് കുറയ്ക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്യത്തില്ല. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ അക്കൗണ്ടിങ് എൻട്രീസ് ക്ലിയർ ആണോ ഇമ്പയർമെൻറ്റിൻ്റെ? ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്. ചാറ്റിൽ റിപ്ലൈ ചെയ്താലനുസരിച്ച് എനിക്ക് ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളേ. മനസ്സിലാവുന്നതിനോടായി പറയുന്നത്. അപ്പോൾ എനിക്കറിയാം ലൈക്ക് നോർമലി ക്ലാസ്സിൽ എടുക്കുന്നതിനേക്കാൾ ഇത്ര സ്പീഡിൽ നമ്മൾ പറയുന്നത്, കാരണം അത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്, അത്രയും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് പിന്നെ പ്രഡിക്ഷൻ ഒന്നും നടക്കത്തില്ല. പിന്നെ റീസെൻ്റ്ലി വന്ന സെനാരിയോസ് ഒക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത്. Can you reply in the chat guys? This part is clear. Accounting entry part. കാരണം ഇതൊക്കെ എക്സാമിനർ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്റ്റാൻഡേർഡ്സ് ആർ ടു വീക്ക്. സോ നെവർദലെസ് ദേ ആർ സ്ട്രോങ് പെർഫോമൻസ് ബൈ കാൻഡിഡേറ്റ് ഹു ഡിഡ് ദിസ് പാർട്ട്. Good candidates were able to explain the rules of IFRS 9 with regards to credit impaired loans. അപ്പോൾ ക്രെഡിറ്റ് ഇമ്പയർമെൻറ്റിൻ്റെ ഭാഗമാണ് അവിടെ അപ്ലൈ ആയിട്ടുള്ളത്. Is it clear? So that's it for the day. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് ഒരു കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യണമെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തു. Along with that, even we had a discussion on some of the standards and how it is going to tested, how it has been tested in the last 2 sittings. അപ്പോൾ IFRS 8 ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് വന്ന ഏരിയ ആണെങ്കിലും വാട്ട് ദ എക്സാമിനർ ഈസ് എക്സ്പെക്ടിങ് ഫ്രം അസ് എന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റീഡിങ് ദ എക്സാമിനേഴ്സ് റിപ്പോർട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറിലെയും ഡിസംബറിലെ ഒരു ഡയറക്റ്റ് എക്സാമിൻ്റെ റിപ്പോർട്ട്സ് ആണുള്ളത്. ദേ ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദ മോക്സ്. ആക്ച്വൽ എക്സാമിൻ്റെ റിപ്പോർട്ട് തന്നെയാണുള്ളത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് അത്രയും ഇൻസൈറ്റ്സ് കിട്ടും എന്തൊക്കെ മിസ്റ്റേക്കാണ് നോർമലി കാൻഡിഡേറ്റ്സ് വരുത്തുന്നത്. സോ യു ഷുഡ് നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പോവാം. Is that done everyone? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഇനി മീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമ്മൾ IFRS 15 റവന്യൂ അതേപോലെ തന്നെ ലീസ് ഈ 2 സ്റ്റാൻഡേർഡ് ആയിരിക്കും മെയിൻലി റിവേഴ്സ് ചെയ്യാൻ നോക്കുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൂടെ പ്രൊവിഷൻ പോലത്തെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് നമുക്ക് അഡീഷണൽ റിവേഴ്സ് ചെയ്യാം. ബട്ട് ദിസ് ആർ സം ഓഫ് ദ കോമൺലി ടെസ്റ്റഡ് ഏരിയാസ്. അതുകൊണ്ടാണ് ഞാൻ അത് ഫോളോ ചെയ്യുന്നത്. സോ ലാസ്റ്റ് 2 ദിവസമായിരിക്കും ഞാൻ കൂടുതലും ഗ്രൂപ്പും കറണ്ട് ഇഷ്യൂസിലോട്ടൊക്കെ പോകുന്നുള്ളൂ. സോ ഫസ്റ്റ് 2 days മാക്സിമം നമ്മൾ എന്താ സ്റ്റാൻഡേർഡ്സ് തന്നെ ഡിവൈസ് ചെയ്യും. അപ്പോൾ ദർ ഇസ് എ ക്വസ്റ്റ്യൻ ഇൻ ദ ചാറ്റ് ലൈക്ക് ഫസ്റ്റ് ഇയർ ഷുവറായിട്ട് 12 months. യെസ്, നമ്മൾ നോർമലി ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ എന്ത് ചെയ്യണം, ഇനിഷ്യലി തന്നെ നമ്മൾ 12 months റവന്യൂ 12 months അലവൻസ് റെക്കഗ്നൈസ് ചെയ്യണം. അതിൻ്റെ റീസൺ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ബോണ്ടിൽ ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ബോണ്ടോ അല്ലെങ്കിൽ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയുടെ ബോണ്ടിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോണ്ട്സിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് തരുന്നുണ്ട്. സോ ദ റീസൺ വൈ ദേ ആർ ഗെയിങ് ഹയർ റിട്ടേൺ ബിക്കോസ് ദർ ഇസ് എ റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ്. നമ്മൾ FM-ലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഹയർ റിസ്ക് വരുന്ന സമയത്ത് ദർ ഇസ് എ ബൈ ഇംപ്ലൈഡ് ഡീഫോൾട്ടായിട്ട് അവിടെ എന്തുണ്ട്, ഒരു റിസ്ക് ഉണ്ട്. സോ വി ക്യാൻ റെക്കഗ്നൈസ് എ മിനിമം അലവൻസ് ഓഫ് 12 months. അപ്പോൾ 12 months അലവൻസ് നമ്മൾ എന്തായാലും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഫാരിസ്, എനി മോർ ഡൗട്ട്സ്? അതേപോലെ നെക്സ്റ്റ് ഡേയിലേക്ക് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയാണ് നമുക്ക് അതനുസരിച്ച് സെക്ഷൻ പ്ലാൻ ചെയ്യാം. ഡു യു ഹാവ് എനി അതർ ഡൗട്ട്സ് ഓൺ എനിത്തിങ് സ്പെസിഫിക്കലി ഫ്രം എനി സ്റ്റാൻഡേർഡ്സ്?
ഓക്കെ, വേറെ ഒന്നും ഇല്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഹാപ്പി ടു സീ യു ഓൾ ഇൻ ദ ലൈവ് സെക്ഷൻ. സോ മേക്ക് ഷുവർ ദാറ്റ് you attend the next section as well and share it with those students who are writing SBR. സോ മാക്സിമം നമുക്ക് നോക്കാം എത്രത്തോളം നമുക്കൊന്ന് സെറ്റാക്കാം. നമ്മുടെ അവസാനത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് 2 or 3 എഫേർട്ട്. നിങ്ങളൊരു 2 months ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു 1.5 മാസം ഇട്ട എഫേർട്ടോ ഒക്കെ വാല്യുബിൾ ആവുന്നത് ഈ ലാസ്റ്റ് 3 months ലാസ്റ്റ് 3 weeks നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈ 3 ആഴ്ച ചിലപ്പോൾ പഠിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ റിയലി അഫക്ട് ദ എക്സാം. ഓക്കെ, ദെൻ ഇൻ ദ സെയിം വേ ചിലരൊക്കെ ലീവ് എടുത്ത് ഇപ്പോഴായിരിക്കും പഠിക്കാൻ തുടങ്ങുന്നത്. സോ ഐ നോ ദാറ്റ് ദീസ് 2 weeks ആർ ലിറ്റലി വർത്ത്. അത് മാക്സിമം മേക്ക് യൂസ് ഓഫ് ചെയ്യുക. അപ്പോൾ മിനിമം നോളജ് എല്ലാ സ്റ്റാൻഡിനെ പറ്റിയിട്ടും വേണം. മോർ ഇമ്പോർട്ടൻ്റ്ലി യു ഷുഡ് പ്രാക്ടീസ് ദാറ്റ് ആസ് വെൽ. പഠിച്ചിട്ട് അത് അപ്പോൾ തന്നെ എഴുതി നോക്കാനും അല്ലെങ്കിൽ ആൻസർ ഫ്രെയിം ചെയ്യാനും പഠിക്കുക. അല്ലെങ്കിൽ ആ നോളജിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, എസ്പെഷ്യലി ഇൻ SBR, ബിക്കോസ് ടൈം മാനേജ്മെൻറ്റ് ഈസ് റിയലി ക്രൂഷ്യൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറഞ്ഞിട്ട് ബാക്കി സെക്ഷൻസ് തുടങ്ങിയത്. ഓക്കെ ഗൈസ്, സോ ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലൈക്ക് ഐ ഹാവ് ഷെയർഡ് ലൈക്ക് ഞാൻ ചില മെറ്റീരിയൽസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ദാറ്റ്സ് മൈ നമ്പർ. സോ ഇഫ് എനി സ്പെസിഫിക് ഡൗട്ട്സ്, സോ ദോസ് വെർ നോട്ട് ഇൻ മൈ ക്ലാസ്, എക്സ്റ്റേണലി വന്ന് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്, യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ ദെയർ ഇഫ് യു ഹാവ് എനി ഫർദർ ഡൗട്ട്.